ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പുതുവർഷത്തിന്റെ രണ്ടാമത്തെ ദിവസമാണ്. വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം. ഒരുപക്ഷെ പ്രായമുള്ളവരുടെ ഒരു തലത്തിൽ നിന്ന് ചിന്തിച്ചാൽ മറവി എന്ന് പറയുന്ന ഒരു രോഗം, അത് രോഗമാണോ അതൊരു പ്രതിഭാസമാണോ എന്ന് നമുക്ക് തിരിച്ചറിയത്തില്ല. എങ്കിലും അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ പലപ്പോഴും മൾട്ടി ടാസ്കിങ് എന്ന തലത്തിൽ നിന്നുകൊണ്ട് നമ്മളെ തന്നെ നോക്കുമ്പോൾ മറവിയുടെ തലം കൂടി വരുന്നതായിട്ട് കാണാം. എന്നാൽ ഇന്ന് അത് പ്രായം കുറഞ്ഞവരിലേക്കും നീങ്ങുന്നു എന്നുള്ള ഒരു വലിയ സത്യമാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അപ്പൊ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ജോസഫ് ജോൺ സാറാണ്. സാറ് ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു. അതിനുശേഷം പേരന്റിങ്, അതുപോലെ ഇങ്ങനെയുള്ള വളരെ ആനുകാലികമായ വിഷയങ്ങളെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നു. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇതിനു മുമ്പ് പാരന്റിങ്ങിന്റെ ഒരു ക്ലാസ് എടുത്തിരുന്നു. വളരെ വ്യത്യസ്തമായി പാരന്റിങ് എങ്ങനെയാണ് എടുക്കുന്നത് സാറെന്ന് നമുക്ക് കാണിച്ചു തന്നതാണ്. സാറ് പുല്ലുവഴി, പെരുമ്പാവൂർ പുല്ലുവഴി സ്വദേശിയാണ്. സാറിനെ വളരെ സ്നേഹത്തോടെ മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യാണ്. യു ആർ വെൽക്കം സർ. യെസ്, കേൾക്കാം സർ. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി സമയമാം യമുനയോ പിറകിലേക്കൊഴുകിയോ മധുരമണിനാദം മാടി വിളിക്കുന്നു. ഓർമ്മകൾ ഓർമ്മകൾ. സമയമാകുന്ന യമുന പിറകിലേക്ക് ഒഴുകുമ്പോൾ മാടി വിളിക്കുന്ന എത്രയോ മണിനാദങ്ങൾ, കിളിനാദങ്ങളും ഉണ്ടാവാം അല്ലെ? ഓർമ്മകൾ ഓടക്കുഴലൂതുന്നു. അനന്തമായ അനുഭവങ്ങളും അനുഭൂതികളും കോർത്തിക്കൊണ്ട് ജീവിതം നിർമ്മിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. എല്ലാം ഓർമ്മിക്കുക അസാധ്യം. ഏറെയും വിസ്മൃതിയിലേക്ക് ആണ്ടുപോകും. പഴയ കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഓർമ്മകൾക്കെന്ത് ചന്തം അല്ലേ? ഓർമ്മകൾ നഷ്ടമാകുന്ന അവസ്ഥ, അത് വരുത്തുന്ന നിസ്സഹായ അവസ്ഥ, അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഏറി വരികയാണ്. സമൂഹം അതേക്കുറിച്ച് അറിഞ്ഞിരിക്കണം. കണക്കുകൾ പറയുന്നത് ഓരോ 3 സെക്കൻഡിലും ലോകത്ത് ഒരു ആൾ ഡിമെൻഷ്യയ്ക്ക് വിധേയനാകും, ഡിമെൻഷ്യ എന്ന രോഗാവസ്ഥയ്ക്ക് അടിമപ്പെടുന്നു എന്നുള്ളതാണ്. അത് എത്രമാത്രം നമ്മളെ ആശങ്കാകുലരാക്കേണ്ടതാണ്. അത് പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുകൂടി നാം അറിയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ആരംഭിക്കട്ടെ. ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു അവസരം ഈ പുതുവർഷത്തിൽ തന്നെ ലഭിച്ചതിൽ സർവേശ്വരനോട് നന്ദി പറയുകയാണ്. എന്നെ വിശ്വസിച്ച് ഈ വേദി നൽകിയ സാബു സാറിനോടും സന്നിഹിതരായിട്ടുള്ള എല്ലാ മഹത് വ്യക്തികളോടും എനിക്കുള്ള നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. എനിക്ക് അല്പം പേടിയുള്ള സദസ്സാണ്. കാരണം അറിവും പ്രാഗൽഭ്യവുമുള്ള ആളുകളാണ് ഇതിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പുലിമടയിലാണ് എൻ്റെ അഭ്യാസം എന്ന് പറയാം. എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണേ. വാട്ട് ആർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്സ് ഇൻ ലൈഫ്? എന്താണ് ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഹൃദ്യമായ വസ്തുക്കൾ? ഒന്ന് പറയാമോ? ചാറ്റ് ചെയ്താൽ എന്താണ് ഈ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായവ എന്ന് വേണം ഞാൻ പറയാം. ആരോഗ്യം. ആരോഗ്യം, ഗുഡ്. സ്നേഹം, പങ്കുവെക്കൽ. ബ്യൂട്ടിഫുൾ തിങ്സ്, ബ്യൂട്ടിഫുൾ, മനോഹരമായ, ഹൃദ്യമായ. പറയുന്നത് ഞാൻ കണ്ടിന്യൂ ചെയ്യാം. അവ they are not things. അവ വസ്തുക്കളേ അല്ല. ബട്ട്
They are people, memories and pictures. They are feelings, moments, smile and laughter. മനുഷ്യരാണ്, ബന്ധങ്ങളാണ് ഏറ്റവും ഹൃദ്യമായി, ഓർമ്മകളാണ്, ചിത്രങ്ങളാണ്, വികാരങ്ങളാണ്, അനർഘ നിമിഷങ്ങളാണ്, മന്ദസ്മിതമാണ്, ചിരിയാണ്. ഇവയാണ് ഏറ്റവും ഹൃദ്യമായ. ഹ്യൂമൻ ബോഡി എന്ന മിഷൻ, ആ മിഷനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. എത്ര ഉദാത്തമായ ഘടന. നാം ഇവിടെ ഇരിക്കുന്നു, എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശരീരത്തെ നിലനിർത്താൻ, നമ്മെ നേരെ നയിക്കാൻ, നമ്മൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ എല്ലാം എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സിസ്റ്റംസ്, നമ്മളത് പഠിച്ചിട്ടുണ്ടാകും. തലച്ചോറ് എല്ലാത്തിനും നിർദ്ദേശം കൊടുത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കും. സദ്ഗുരു പറയുന്നു, മനുഷ്യൻ വളരെ സങ്കീർണമായ ഒരു യാന്ത്രിക ഘടനയാണ്. നിങ്ങൾ ശരിയായ സ്വരച്ചേർച്ചയിലാണെങ്കിൽ ഈ മുഴുവൻ പ്രപഞ്ചത്തെയും ഉള്ളിൽ തന്നെ കാണാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകും. ഈ പ്രപഞ്ചത്തിന്റെ ഒരു പരിച്ഛേദമാണ് നാം ഓരോരുത്തരും, അല്ലെ? ജീവനെ അറിഞ്ഞ്, ജീവിത പ്രക്രിയയെ അറിഞ്ഞ്, വ്യവസ്ഥിതികളെ അറിഞ്ഞ് സ്വരച്ചേർച്ചയിലാക്കി ജീവിതം സഫലമാക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. Let me ask some random questions. ഒന്ന് പെട്ടെന്ന് ചാറ്റ് ചെയ്താൽ നമുക്ക് ഒരു ഇന്ററാക്ഷൻ കൂടിയാണ്. ചിലപ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും, അതുകൊണ്ടൊന്നും മറുപടി തരാതിരിക്കേണ്ട. ആദ്യത്തെ ചോദ്യം, 1/1/2022 ഏത് ദിവസമായിരുന്നു? ഏതാഴ്ച നമ്മൾ പറയാറില്ല. 1/1/2002 ഏത് ദിവസമാണ്? ശനിയാഴ്ച. ശനിയാഴ്ച. ശരിയാണ്. 1/1/2020 അറിയാമോ? ഏത് ദിവസമായിരുന്നു? ശനിയാഴ്ച തന്നെയാണ്. നോക്കണം. അതിന് വലിയ പ്രസക്തി ഇല്ല, അല്ലേ? ഓക്കെ. തണുത്ത കാറ്റടിക്കുന്നു എന്ന് വിചാരിക്കുക. ആ അവസരത്തിൽ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും നമ്മൾ പറയുക? തണുത്ത കാറ്റടിക്കുന്നു എന്ന് വിചാരിക്കുക. നല്ല സുഖം. നല്ല സുഖം. നമ്മളൊരു പ്രവചനം നടത്താറുണ്ട്. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ നിന്നും ഓർമ്മകളിൽ നിന്നും വരുന്നതായിരിക്കാം, അല്ലെ? ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച നമ്മുടെ സംയുക്ത സമര സേനാനിയുടെ പേര് പറയാമോ? ബിപിൻ റാവത്ത്. മേജർ ബിപിൻ റാവത്ത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം. ചാറ്റുകൾ വരുന്നില്ല, കാരണം കൂടുതൽ ആൾക്കാർ ഞാനത് പറഞ്ഞത്. 1947. വെരി ഗുഡ്. ശ്രീലങ്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം? 1950. 50. ഓക്കെ, വെരി ഗുഡ്. SSLC പരീക്ഷ എഴുതിയ വർഷം? 84. 1976. മഞ്ജു വാര്യർ SSLC പരീക്ഷ എഴുതിയ വർഷം? നമുക്കറിയേണ്ട കാര്യമില്ല, അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ ഓർമ്മകളിൽ നമ്മൾ നിലനിർത്തുന്ന കാര്യങ്ങൾ എന്താണ്? നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് താല്പര്യമുള്ള കാര്യം. മറ്റേ മഞ്ജു വാര്യരുടെ SSLC പരീക്ഷ നമുക്ക് താല്പര്യമുള്ള കാര്യമില്ല, പക്ഷെ നമ്മുടെ മക്കളുടെ അങ്ങനെയൊക്കെ. അപ്പൊ താല്പര്യമുള്ള കാര്യങ്ങൾ, ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഓർമ്മയിൽ നമ്മൾ നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. താല്പര്യവും ശ്രദ്ധയും വേണ്ട കാര്യങ്ങളാണ് നാം ഓർമ്മയിൽ സൂക്ഷിക്കുക. അപ്പോൾ എന്താണ് ഓർമ്മ? വാട്ട് ഈസ് മെമ്മറി? ഓർമ്മ, നമുക്കൊക്കെ ഓർമ്മയുണ്ട്. നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ മനസ്സിൽ
things we are able to recollect. Recollect, yes. മുൻകാല അനുഭവങ്ങളിൽ നിന്നായിരിക്കും അങ്ങനെ. അപ്പോൾ മെമ്മറി ഈസ് ദി faculty of the brain by which data or information is encoded, stored and retrieved when needed. അവിടെ 3 പ്രോസസ്സുകൾ നടക്കുന്നതായിട്ട് പറയുന്നു. എന്താണ് നമ്മൾ സ്വീകരിക്കുന്നത്? ഡേറ്റ ഓർ ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ സ്വീകരിക്കുന്നത് പല വഴിയിലൂടെയാണ്, നമ്മുടെ സെൻസസിലൂടെ അല്ലേ. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ദറ്റ് ഈസ് എൻകോഡഡ്, ബ്രെയിനിന് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് എൻകോഡ് ചെയ്യപ്പെടുന്നു, അത് സ്റ്റോർ ചെയ്യപ്പെടും, ആൻഡ് ദെൻ റിട്രീവ്ഡ് വെൻ നീഡഡ്. ഇപ്പൊ ആവശ്യം വന്നപ്പോൾ അത് SLC പാസ്സായ വർഷമൊക്കെ റിട്രീവ് ചെയ്തെടുത്ത് പറഞ്ഞു. ഇറ്റ് വാസ് ദേർ. എന്ത് പറയാ, ദ പ്രോസസ് ഓഫ് റീറ്റെയിനിങ് ഇൻഫർമേഷൻ ഓവർ ടൈം. കാലങ്ങളിലേക്ക് നമ്മുടെ ഇൻഫർമേഷൻ, നമ്മുടെ അറിവ് റീറ്റെയിൻ ചെയ്യുന്നതിനെയാണ് മെമ്മറി എന്ന് പറയുന്നത്. എല്ലാ അറിവിൻ്റെയും ആധാരവും ആവരണവും ഓർമ്മയാണെന്ന് സിസറോ പറഞ്ഞിട്ടുണ്ട്. എല്ലാ അറിവിൻ്റെയും ആധാരവും ആവരണവും ഓർമ്മയാണെന്ന് സിസറോ പറഞ്ഞു. നമുക്കറിയാം, there are different types of memories. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചു പോവുകയാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെമ്മറീസ്, സെൻസറി, ഇന്ദ്രിയ സംബന്ധമായിട്ടുള്ള, then Short term, then long term. സെൻസറി, ഷോർട്ട് ടേം, ലോങ് ടേം. സമീപ ഭാവിയിലുള്ളതാണ്, അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് മാത്രം നിൽക്കുന്നതാണ് ഷോർട്ട് ടേം. ലോങ് ടേം എന്ന് പറയുന്നത് വളരെ കാലം നിലനിൽക്കുന്നു, നമ്മൾ റിട്ടൈൻ ചെയ്യുന്നത് ലോങ് ടേം മെമ്മറി. ഷോർട്ട് ടേം മെമ്മറി ഒക്കെ, സെൻസറി മെമ്മറി ഒക്കെ ഉടനെ തന്നെ വാനിഷ് ആയിപ്പോവും, ദെൻ ഫെയ്ഡ് ആയിപ്പോവും. ദെൻ ലോങ് ടേം മെമ്മറി അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ that will go to short term memory, that will go to long term. ഓർമ്മ നല്ല സംഭവമാണോ? എല്ലാം ഓർത്തിരിക്കാൻ കഴിയുമോ? ഓർമ്മ നല്ല കാര്യമാണോ? ഓർമ്മ നല്ലതാണ് സാറേ. എല്ലാം നല്ലതല്ല. എല്ലാം ഓർത്തിരിക്കേണ്ട കാര്യവുമില്ല. ചിലത് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ആയിരിക്കും തരിക, നെഗറ്റീവ് റിസൾട്ട്സ് ആയിരിക്കും തരിക. എന്തിനാണ് ഓർമ്മ? ഓർമ്മകളുടെ ഗുണം പെട്ടെന്ന് പോവാം. എന്ത്? ലേണിങ്ങിന്, ക്രിയേറ്റിവിറ്റിക്ക്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇന്റലിജൻസ്. ഐഡിയൽ ബിഹേവിയറിനും ഓർമ്മ ആവശ്യമാണ്. ഓർമ്മയില്ലാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ബിഹേവിയറും താറുമാറാകും അല്ലേ. നല്ല പെരുമാറ്റം, വേണ്ടിടത്ത് വേണ്ടതുപോലെ പെരുമാറണമെങ്കിലും ഓർമ്മ വേണം. ഓർമ്മകൾ ഞാൻ പറഞ്ഞു, നല്ലതും ചീത്തയുമുണ്ട്. മധുരിക്കുന്ന ഓർമ്മകൾ, കയ്പേറിയ ഓർമ്മകൾ. മധുരിക്കുന്ന ഓർമ്മകളെ മലർമഞ്ചലിൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ. മലയാളിക്ക് മാവും മരങ്ങളും ഒക്കെ വളരെ നൊസ്റ്റാൾജിയാണ് അല്ലെ, നൊസ്റ്റാൾജിക് മെമ്മറീസ്. അപ്പോ നല്ല ഓർമ്മകളുണ്ട്, ചീത്ത ഓർമ്മകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. നമ്മളെ തളർത്തുന്ന ഓർമ്മകൾ, നമ്മളെ വളർത്തുന്ന ഓർമ്മകൾ ഒക്കെ, സന്തോഷം നൽകുന്നതും വേദനിപ്പിക്കുന്നതും. മധുരിക്കുന്ന ഓർമ്മകൾ എങ്ങനെയാണെന്ന് പറയാമോ? ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്, ലൈക്ക് റെയിൻബോ. ഇറ്റ് ഈസ് ലൈക്ക് എ റെയിൻബോ. മഴവില്ല് പോലെയാണ് മധുരിക്കുന്ന ഓർമ്മകൾ. എന്താണ് മഴവില്ലിന്റെ പ്രത്യേകത? 7 നിറങ്ങൾ. 7 നിറങ്ങളുണ്ട്. ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ, കളർഫുൾ, ദെൻ വിവിഡ്, ബ്രൈറ്റ്. കാണാൻ നമുക്കൊക്കെ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയുള്ള ഓർമ്മകൾ നമുക്ക് ആസ്വദിക്കാൻ ഇഷ്ടമാണ്. ശരി, അങ്ങനെയെങ്കിൽ ഒരു മധുരിക്കുന്ന ഓർമ്മ നമുക്ക് എപ്പോഴും താലോലിച്ചുകൊണ്ടിരുന്നാൽ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കാം അല്ലേ? അത് ശരിയാണോ? അപ്പൊ എന്തോ കുഴപ്പമുണ്ടെന്ന് പറയും. അപ്പൊ മധുരിക്കുന്ന ഓർമ്മകൾ മഴവില്ല് പോലെ വന്നോട്ടെ പോയിക്കോട്ടെ, ആസ്വദിക്കാം നമുക്ക്, അത് നൈമിഷികമായിട്ട് പോയിക്കോട്ടെ. പിന്നെയുണ്ട് വേദനിപ്പിക്കുന്ന ഓർമ്മകൾ. നമ്മൾ എപ്പോഴും ഓർത്ത് വയ്ക്കാൻ അല്ലെങ്കിൽ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എങ്ങനെയുള്ള ഓർമ്മകളാണ്?
എങ്ങനെയുള്ള ഓർമ്മകളാണ് നമ്മൾ എപ്പോഴും നഷ്ടങ്ങൾ, സങ്കടങ്ങൾ. തികട്ടി വരുമെന്ന് പറയൂലേ? അവൻ ചെയ്ത if somebody hurt us, നമ്മളെ ആരെങ്കിലും ഹർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ മനസ്സിൽ വരും. അതിന്റെ റിസൾട്ട് എന്താണ്? റിവഞ്ച്. അത് നമ്മുടെ ജീവിതത്തെ തന്നെ തകർത്തുകളയും. അപ്പോ ഈ ഓർമ്മകൾ നല്ലതായാലും ചീത്തയായാലും ആവശ്യത്തിന് വിവേകപൂർവ്വം നമ്മൾ ഉപയോഗിക്കാം. ഇപ്പോ ഗോഡ് ഫാദർ എന്ന സിനിമയിൽ അത് ഞാൻ മറക്കണോ എന്ന് എന്നെ ചോദിക്കുന്നില്ലേ? അതൊന്നും മറക്കാതെ മനസ്സിൽ കൊണ്ടു നടന്നുകൊണ്ട് ജീവിതം തകരുകയാണ് ചെയ്തത്, അല്ലേ? അപ്പോൾ അങ്ങനെ ദുഃഖിപ്പിക്കുന്ന ഓർമ്മകൾ അതും നമ്മൾ ലെറ്റ് ദം ഗോ, വിട്ടുകളയുക. പക്ഷെ വിട്ടുകളയുന്നതിനോടൊപ്പം എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതിൽ നിന്ന് ലേൺ ചെയ്യണം, പഠിക്കണം. മഴവില്ല് പോലെ മധുരിക്കുന്ന ഓർമ്മകൾ ഫേഡ് ചെയ്ത് പോയിക്കോട്ടെ, അതിൽ തന്നെ നാം ഉടക്കി നിൽക്കേണ്ട. നന്നായി ജീവിതം നയിക്കാൻ, ജീവിതം ആഘോഷമാക്കുവാൻ ഓർമ്മകളെ വിവേകത്തോടെ കൈകാര്യം ചെയ്യണം. ഓർമ്മകൾ ഇല്ലാതെ വന്നാലും, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിന്റെ ടൈറ്റിൽ ഓർമ്മകൾ. ഓർമ്മകൾ മരിക്കുമോ, ഓളങ്ങൾ നിലയ്ക്കുമോ? വയലാറിന്റെ രചനയാണ്. വയലാർ അവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഓർമ്മകൾ നശിക്കില്ല എന്നാണ്. ഓളങ്ങൾ നശിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ കവിക്ക് അങ്ങനെ പറയാം. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇടയിൽ ഓർമ്മകൾ മരിച്ച, ഓർമ്മകളില്ലാതെ കഷ്ടപ്പെടുന്ന, സംവേദനമില്ലാതെ, ജീവിതം എന്തെന്നറിയാതെ യാതന അനുഭവിക്കുന്ന മനുഷ്യർ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ 3 സെക്കൻഡിലും ഈ ആധുനിക കാലത്ത് ഒരു വ്യക്തി എന്ന നിലയിൽ ലോകത്ത് ഒരു ഡിമെൻഷ്യ പേഷ്യന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധ എൻ്റെ ഗ്രാമത്തിലേക്ക് ക്ഷണിക്കുന്നു. അവിടെ ഒരു വീട്ടില് നമുക്ക് ഒരാളെ പരിചയപ്പെടാം. 65 വയസ്സുള്ള ഞങ്ങളുടെ UP സ്കൂളിലെ റിട്ടയേർഡ് ടീച്ചറാണ്. നമുക്കവരെ ഊർമിള എന്ന് വിളിക്കാം. വിരോധമില്ലല്ലോ. 65 വയസ്സുള്ള റിട്ടയേർഡ് ടീച്ചർ. മ്യൂട്ടായി പോയി സാറേ. ഊർമിള ടീച്ചർ സൗണ്ട് വരുന്നുണ്ട് സാർ, ഒരു ചെറിയ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. സാറിന്റെ ഹെഡ്ഫോണിൽ നിന്നാകാം. ഫാനിന്റെ ആണോ? എന്തോ ഒരു അനക്കത്തിന്റെ ഒരു സൗണ്ട് വരുന്നുണ്ട്. ഉണ്ടോ? കുഴപ്പമില്ല, തുടങ്ങി. ഊർമിള ടീച്ചർ 65 വയസ്സുണ്ട്. ഷി വാസ് വെരി സ്മാർട്ട്. സ്കൂളിലെയും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു വന്നിരുന്ന, അല്ലെങ്കിൽ ചെയ്തു വരുന്ന ടീച്ചറാണ്. അവരുടെ വീട്ടില് ഭർത്താവുണ്ട്, ഒരു മകനുണ്ട്. മകൻ വിവാഹിതനാണ്. അപ്പോൾ മരുമകളുണ്ട്, 2 പേരക്കുട്ടികളുണ്ട്. ടീച്ചറാണ് ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. സ്നേഹസമ്പന്നയായ ടീച്ചർ. എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നതും ടീച്ചർ. സന്തുഷ്ട കുടുംബം. ആ ഒരു വീടിന്റെ ചിത്രം നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. പാചകത്തിൽ അതിവിദഗ്ധയാണ് ടീച്ചർ. നല്ല ഫുഡ് ഉണ്ടാക്കും. ആരും പറയുമൊന്നും വേണ്ട. പിന്നെ ക്ഷേത്ര ദർശനം, എല്ലാവരും കൂട്ടിയാണ് ക്ഷേത്ര ദർശനത്തിൽ പോവുക, വഴിപാട് നേരുക. അതെല്ലാം കഴിഞ്ഞ് ആഘോഷമായിട്ട് തിരിച്ചു പോകും. കാഴ്ചകൾ കണ്ട് ആഘോഷമായിട്ടാണ് വരിക. കടയിൽ പോകുന്നത് ടീച്ചറാണ്. എല്ലാ സാധനങ്ങളും കൃത്യമായി വാങ്ങിക്കൊണ്ടുവരും. ആ മകനും മരുമകൾക്കും ഒന്നും അറിയണ്ട. ടീച്ചറായതുകൊണ്ട് പേരക്കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ടീച്ചറിന് ഉത്സാഹമാണ്. അതും അവർക്ക് സൗകര്യമായി, അല്ലേ? കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കും. നല്ല മാർക്ക് വാങ്ങി ആ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കാലം കടന്നുപോയി. ഒരു 6 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു ആശയക്കുഴപ്പം ടീച്ചർ.
വീട്ടിലെ കാര്യങ്ങളൊക്കെ താറുമാറായി തുടങ്ങി. ആദ്യം ഇത് ആരായിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവുക? ഒന്ന് ചാറ്റ് ചെയ്യാമോ? ആരായിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവുക? ടീച്ചറിന്റെ ഭർത്താവായി, ടീച്ചറിന്റെ ഭർത്താവ്, പിന്നെ മക്കൾ. മക്കളിൽ നിന്ന് സ്പെസിഫൈ ചെയ്യണം. ചെറിയ കുട്ടികൾ. ചെറിയ കുട്ടികൾ. വെരി ഗുഡ്. ബീന മാഡം പറഞ്ഞതാണ് വളരെ ശരി. കാരണം ഇങ്ങനെയുള്ള വ്യതിയാനങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുകയും കണ്ടുപിടിക്കുകയും ചെയ്യുന്ന കുട്ടികളാണ്. അവരുടെ മനസ്സിൽ കള്ളമില്ലല്ലോ, അവർ കൂടുതലൊന്നും ചിന്തിക്കുന്നില്ല, പെട്ടെന്ന് അവർ അബ്സോർവ് ചെയ്യും. നമ്മുടെ കുട്ടികളും അത് കണ്ടുപിടിച്ചു. കാരണം എന്താണെന്നറിയാമോ? ഈയിടെയായിട്ട് ടീച്ചർ പഠിപ്പിക്കുമ്പോൾ വിഷയങ്ങൾ മാറിപ്പോകും. ഫിസിക്സ് പഠിപ്പിച്ച് ഇങ്ങനെ വരുമ്പോഴായിരിക്കും ഹിസ്റ്ററി കയറി വരിക. മലയാളത്തിൻ്റെ ഇടയിൽ ഇംഗ്ലീഷും ഹിന്ദി അങ്ങനെയൊക്കെ ആകെ കുഴപ്പം. എന്തെങ്കിലും പറഞ്ഞാൽ ടീച്ചർക്ക് ദേഷ്യം, പറയുന്നതിന് അനുസരിച്ചാൽ മതി എന്നൊക്കെയുള്ള രീതിയിലുള്ള സംഭാഷണം. പഠിപ്പിക്കുന്നതൊന്നും ശരിയാകുന്നില്ല. പഠിപ്പിക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു വിഷയങ്ങൾ കലങ്ങി, പാഠങ്ങളും ഒക്കെ കലങ്ങി മറിഞ്ഞു വരുന്നു. കുട്ടികളാകെ ആശയക്കുഴപ്പത്തിലായി. അവരെന്ത് ചെയ്ത് കാണും? അവരുടെ മാതാപിതാക്കളോട് പറഞ്ഞു, ഇങ്ങനെയാണ് മുത്തശ്ശിക്ക് മുത്തശ്ശിക്ക് പഠിപ്പിക്കുന്നത് ശരിയാകുന്നില്ല, ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, മുത്തശ്ശിക്ക് വേറെ എന്തോ ചിന്തകളൊക്കെയാണ്, ദേഷ്യം അങ്ങനെയൊക്കെയാണ്. അപ്പൊ അവർ പറഞ്ഞു, അത് സാരമില്ല, മുത്തശ്ശിയുടെ പ്രായത്തിന്റെ ആയിരിക്കും. അവരെന്ത് വിചാരിച്ചു? എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോകുന്നുണ്ട്, പഠിപ്പിക്കുന്ന കാര്യം പോലും അറിയേണ്ടതില്ല. അപ്പോ മുത്തശ്ശിയെ കുറ്റം പറയുന്നതില്ല. മുത്തശ്ശിയോടുള്ള ബഹുമാനം. മ്യൂട്ടായി പോയി സാറേ. ഓക്കെ. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു. അപ്പോഴാണ് അവർക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായത്. പോകെ ദിവസങ്ങൾ ഇങ്ങനെ കഴിയുമ്പോൾ തെറ്റുകൾ കൂടി വന്നു. അടുക്കളയിൽ പ്രശ്നങ്ങൾ, ഗ്യാസ് ഓഫ് ചെയ്യാൻ മറക്കുന്നു, കുക്കറിന്റെ വെയിറ്റ് അത് ഇടാൻ മറക്കുന്നു. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വന്നപ്പോൾ അതുപോലെ തന്നെ അടുക്കളയിൽ പാചകത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ മാറിപ്പോകുന്നു, ഉപ്പ് കൂടിപ്പോകുന്നു, മുളകിന് പകരം മഞ്ഞളിടുന്നു, മല്ലിക്ക് പകരം വേറെ എന്തെങ്കിലും, അങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ കാര്യം കുഴപ്പമാണെന്ന് മനസ്സിലായി. അതുപോലെ ക്ഷേത്ര ദർശനം മുടങ്ങി, കടയിൽ പോകുന്ന വഴികൾ മറന്നു, കടയിൽ പോയാൽ തിരിച്ചു വരുന്നത് മറന്നുപോയി, വാങ്ങുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് മറന്നു. പിന്നെ ഓരോ സാധനങ്ങളും മിസ്പ്ലേസ് ചെയ്യാൻ തുടങ്ങി. ചെരുപ്പൊക്കെ കൊണ്ട് ബെഡ്റൂമിലായിരിക്കും വെക്കുക, സാരി കഴുകി മടക്കിക്കൊണ്ട് ഫ്രിഡ്ജിനകത്ത് വെക്കും. അങ്ങനെ കാര്യങ്ങൾ ഓരോ സാധനങ്ങൾ വെക്കുന്നതെന്ന് മറന്നു പോവുക, തെറ്റായ സ്ഥലത്ത് വെക്കുക, മിസ്പ്ലേസ് ചെയ്യുക. പിന്നെ അലഞ്ഞു തിരിയുക, വഴി തെറ്റിപ്പോവുക. നന്നായിട്ട് വസ്ത്രധാരണം, സാരിയൊക്കെ കൊടുക്കുന്ന ടീച്ചറായിരുന്നു. അപ്പൊ അതിലൊന്നും ഒരു ശ്രദ്ധയില്ല, സാരിയൊക്കെ വലിച്ചു വാരി കൊടുക്കുന്നു. അപ്പോൾ സഹി കെട്ടു എന്ന് പറയാം. അപ്പോൾ എന്തായിരിക്കും ചെയ്യുക? എന്തായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക? ഡോക്ടറെ കാണിച്ചു. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഡോക്ടർ പരിശോധിച്ചിട്ട് ലക്ഷണങ്ങളും ഈ വിവരങ്ങളൊക്കെ ചോദിച്ചു. കുട്ടികളും വളരെ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, ഊർമിള ടീച്ചർക്ക് അൽഷൈമേഴ്സ് ആണ്. എന്താണ് അൽഷൈമേഴ്സ്? അൽഷൈമേഴ്സിന്റെ മുഖ്യ ലക്ഷണങ്ങൾ ഈ സ്റ്റോറിയിൽ നിന്നും നമുക്കൊന്ന് എടുക്കാം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ടീച്ചർ നന്നായിട്ട് ജോലി ചെയ്തിരുന്നു, പക്ഷെ ഇപ്പോഴോ ജോലി തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാത്ത വിധം ഓർമ്മക്കുറവ്. സാധാരണ ദൈനംദിന കാര്യങ്ങൾ, സ്വന്തം ആവശ്യം പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മറവി അവരെ ബാധിച്ചിരുന്നു. ഈ മറവി എങ്ങനെയാണ് സംഭവിക്കുക? പെട്ടെന്നങ്ങ് വരികയല്ല, ക്രമേണ വർദ്ധിച്ചു വരികയാണ്. ഇതൊരു പ്രോഗ്രസീവ് ഡിസീസ് ആണെന്നാണ് എന്ന് പറഞ്ഞാൽ
കാലങ്ങൾ കൊണ്ടാണ് ഈ രോഗാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. തുടക്കത്തിൽ അത്ര ശ്രദ്ധിക്കത്തില്ല, പക്ഷെ നമ്മൾ തുടക്കത്തിൽ ശ്രദ്ധിച്ച് അതിന് ശ്രദ്ധ നൽകിയാൽ ഇതിൻ്റെ ആ ഒരു ഓൺസെറ്റ്, അതിന് കീഴടങ്ങുന്നത് നമുക്ക് പ്രൊലോങ് ചെയ്യാൻ പറ്റും. അതാണ്. അപ്പോൾ അടുത്ത ലക്ഷണം പരിചിതമായ സ്ഥലത്ത് വഴിതെറ്റിപ്പോവുക. അതൊക്കെ നമ്മൾ ടീച്ചറിന്റെ കഥയിൽ കണ്ടു. പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുക. കുട്ടികളെ പഠിപ്പിച്ചപ്പോഴൊക്കെ അതൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. സ്വന്തം വീട്ടുകാരുടെ തന്നെ പേര് മറന്നു പോവുക, അവരെ തിരിച്ചറിയാൻ പറ്റാതെ വരിക. ഞാൻ അത് പറയുമ്പോൾ ഞാൻ എറണാകുളത്തൊരു കെയർ സെന്ററിൽ പോയ അനുഭവം ഓർക്കുകയാണ്. ഞാൻ ആ കെയർ സെന്ററിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അവിടെ കുറേ പേര് ഓരോ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു അമ്മച്ചി എന്നെ കണ്ടപ്പോൾ ഓടി വന്നു. ആ ശ്രീധര, നീ വന്നല്ലോ, നീ എന്താ ഇന്നലെ വരാഞ്ഞ്? എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ പാറു സച്ചിനും ഒക്കെ എങ്ങനെയാണ്? അവളുടെ ബർത്ത്ഡേ അല്ലായിരുന്നു ഇന്ന്, നിന്നെ കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങോട്ട് കുറേ ചോദ്യങ്ങൾ കൊണ്ട് മൂടി, സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചു. ഇപ്പൊ ടീച്ചർ അല്ല, ആ അമ്മ ശ്രീധരൻ എന്നുള്ള പേര് ഓർമ്മിക്കുന്നുണ്ട്. അത് അവരുടെ രക്തത്തിൽ അലിഞ്ഞതാന്ന് പറയാം അല്ലേ? പക്ഷെ ഞാൻ ശ്രീധരനാണെന്ന് അവർക്ക് തെറ്റിദ്ധരിക്കേണ്ടി. സ്വന്തം മകനെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ആ സ്ത്രീ. ഞാൻ കുറെ നേരം അടുത്തിരുന്നു, പറയുന്നതൊക്കെ കേട്ടു, സമ്മതിച്ചു, വളരെ സന്തോഷമായി ഇറങ്ങിപ്പോകും. നമുക്കതേ അവർക്ക് ചെയ്യാൻ പറ്റുമോ? സ്നേഹവും പരിചരണവും നൽകുക. അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരെ അറിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത. അപ്പോൾ സ്വന്തം മക്കളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ. സ്വന്തം കുടുംബാംഗങ്ങളുടെ പേര് മറന്നു പോകും. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിഷയം മാറിപ്പോകും. പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നിന്നും പെട്ടെന്ന് വ്യതിചലിച്ച് ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുക. ഇതൊക്കെ ടീച്ചറുടെ അനുഭവത്തിൽ നമ്മൾ കണ്ടു. സ്വകാര്യ വസ്തുക്കൾ, കണ്ണട, പേഴ്സ്, ചെരുപ്പ് തുടങ്ങിയ മറന്നു വെച്ചു പോവുക. ഉചിതമായ അല്ലാത്ത സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യുക. അതും അവരറിയുന്നില്ല. വ്യക്തിത്വത്തിലും പെരുമാറ്റത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ. നല്ല ഒരു സ്ത്രീയായിരുന്ന ടീച്ചർ പെട്ടെന്ന് ദേഷ്യപ്പെടാനും ശകാരിക്കാനും ഒക്കെ തുടങ്ങിയ ഒരു വ്യത്യാസം നോക്കും. വ്യക്തിത്വത്തിലും പെരുമാറ്റത്തിലും മാറ്റങ്ങൾ. അമിതമായ ദേഷ്യം പെട്ടെന്ന് വിഷാദത്തിലേക്ക് എത്തും. മൗനിയായി പോകും. സ്ഥലകാലബോധം നഷ്ടപ്പെടും. ഇതൊക്കെയാണ്. എന്താണ് അൽഷൈമേഴ്സ്? Alzheimer's is a brain disease that causes a slow decline in memory, thinking, and reasoning skills. Alzheimer's is a brain disease. ബ്രെയിൻ സെൽസിനുള്ള ധ്രുവീകരണം, ഈ ഡിമെൻഷ്യ എന്ന് പറയുന്ന പൊതുവേ മറവി രോഗങ്ങൾക്ക് പറയുന്ന പേരാണ് ഡിമെൻഷ്യ. ഡിമെൻഷ്യ is caused by the degeneration of neurons, the degeneration of brain cells. അപ്പോൾ Alzheimer's is a brain disease that causes a slow decline in memory. ആ സെൽസിനുണ്ടാകുന്ന കേടുപാട് കൊണ്ട് മെമ്മറി നഷ്ടപ്പെടുന്നു. Then thinking capacity, ചിന്തിച്ച് തീരുമാനമെടുക്കുവാനുള്ള, റീസൺ ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. ഈ ലക്ഷണങ്ങളൊക്കെയാണ് നമ്മൾ ആ ടീച്ചറിൽ കണ്ടത്. മെമ്മറി ലോസ് ദാറ്റ് ഡിസ്റപ്റ്റ്സ് ഡെയിലി ലൈഫ്. ദൈനംദിന ജീവിതം നടത്താൻ പറ്റുന്നില്ല. ചലഞ്ചസ് ഇൻ പ്ലാനിങ് ആൻഡ് സോൾവിങ് പ്രോബ്ലംസ്. ഡിഫിക്കൽട്ടി കംപ്ലീറ്റിംഗ് ഫെമിലിയർ ടാസ്ക്. ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ടാസ്ക് പോലും ചെയ്യാൻ പറ്റുന്നില്ല. കൺഫ്യൂഷൻ വിത്ത് ടൈം ആൻഡ് പ്ലേസ്. സമയവും സ്ഥലവും അറിയാൻ പറ്റാതെ വരും. Trouble understanding visual images and spatial relationship. അകലം അറിയാൻ പറ്റുന്നു. ഇത്ര അകലത്തിലാണ് ഞാൻ നിൽക്കുന്നത്, ഇത്ര അകലത്തിലാണ് ആ ബസ് പോകുന്നത് എന്നൊന്നും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ. കാണുന്നതും കാഴ്ചയിലും വൈകല്യങ്ങൾ ഉണ്ടാകും. Decreased or poor judgment, withdrawal from work or social activities. ഇങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? സോഷ്യൽ ആക്ടിവിറ്റീസ് എന്നൊക്കെ പുറകോട്ട് മാറും.
ഒന്നിലും പങ്കെടുക്കത്തില്ല, ഒരു എല്ലാത്തിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യം. ചേഞ്ചസ് ഇൻ മൂഡ് ആൻഡ് പേഴ്സണാലിറ്റി, ഇതൊക്കെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ എന്താണ് ഡിമെൻഷ്യ? ഡിമെൻഷ്യ എന്ന് പറയുന്നത് മറവിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗാവസ്ഥയ്ക്ക് പൊതുവെ പറയുന്ന പേരാണ് ഡിമെൻഷ്യ. അപ്പോൾ അൽഷിമേഴ്സ് ഈസ് എ ടൈപ്പ് ഓഫ് ഡിമെൻഷ്യ. ഈ ലോകത്ത് കാണപ്പെടുന്ന മറവി രോഗങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് അറൌണ്ട് 65-70%, 65% അൽഷിമേഴ്സ് ആണ്. അൽഷിമേഴ്സ് ബാധിക്കുന്നവർ, അൽഷിമേഴ്സിന് വേറൊരു പേരാണ് സ്മൃതിനാശം. മറവിയാണ് ഏറ്റവും കൂടുതൽ, മറവി, സംസാരശേഷി, ഇതിനൊക്കെയാണ് അൽഷിമേഴ്സ് കൂടുതൽ ബാധിക്കുന്നത്. Dementia is a term used to describe a group of symptoms affecting memory, thinking, and social abilities, severely enough to interfere with one's daily life. നാം പറഞ്ഞ കാര്യം തന്നെയാണ്. ഡിമെൻഷ്യ എന്ന് പറയുന്നത് ഒരു രോഗം എന്ന് പറയാൻ പറ്റും. A group of signs and symptoms. മറവി നഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ തിങ്കിങ് കപ്പാസിറ്റി, കോഗ്നിറ്റീവ് എബിലിറ്റീസ് നഷ്ടപ്പെടുന്നു, സോഷ്യൽ എബിലിറ്റീസ് നഷ്ടപ്പെടുന്നു. ഇങ്ങനെ നഷ്ടപ്പെടുന്നത് എങ്ങനെ ആകുമ്പോഴാണ് ഒരു രോഗമെന്ന് പറയുക? സിവിയർലി ഇനഫ് ടു ഇന്റർഫിയർ വിത്ത് വൺസ് ഡെയിലി ലൈഫ്. ഒരു വ്യക്തിയുടെ അതാത് ദിവസത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത വിധം അഫക്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്. നമുക്കൊക്കെ മറവിയുണ്ട്, നമ്മളൊക്കെ ഓരോരുത്തരുടെ പേര് മറന്നു പോകുന്നുണ്ട്, ഓരോ സ്ഥലത്ത് സാധനങ്ങൾ വെച്ച് മറന്നു പോകുന്നുണ്ട്. അതൊക്കെ സാധാരണമാണ്. സമൂഹത്തിൽ 60% ആൾക്കാർക്കും മറവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കൊക്കെ ഉണ്ട്, ദാറ്റ് ഈസ് കോമൺ. സാധാരണ ജീവിതം നയിക്കാൻ പറ്റാത്ത വിധം ഓർമ്മ, ചിന്താശേഷി, തീരുമാനമെടുക്കാനുള്ള കഴിവ് ഇവ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഡിമെൻഷ്യ. ഒരു രോഗമെന്ന് പറയാനാവില്ല. ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് സൈൻസ് ആൻഡ് സിംറ്റംസ്. ഇറ്റ് ഈസ് എ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ്. തലച്ചോറിലെ കോശങ്ങളുടെയും അവയുടെ കണക്ഷൻസിന്റെയും നാശം കൊണ്ടാണ് ഈ ഡിമെൻഷ്യ എന്ന രോഗം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സം അബ്നോർമൽ പ്രോട്ടീൻസ് തലച്ചോറിൽ അടിയുന്നത് കൊണ്ട് ഇങ്ങനെ അൽഷിമേഴ്സ് അല്ലെങ്കിൽ ഡിമെൻഷ്യ ഉണ്ടാകുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, അൽഷിമേഴ്സ് ഈസ് എ പ്രോഗ്രസീവ് കണ്ടീഷൻ. ദീർഘകാലം കൊണ്ടാണ്. പണ്ടൊക്കെ ഇത് ഒത്തിരി പ്രായം ചെന്നവർ 65+ എബോവിലെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് അത് ചെറുപ്പക്കാരിലേക്ക് ഒരു 45 തൊട്ട് കണ്ടുവരുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം ജീവിതശൈലിയാണ്. ജീവിതശൈലിയിലുള്ള അപാകങ്ങൾ. പിന്നെ ബ്രെയിനിലേക്കുള്ള രക്തഓട്ടത്തിന്റെ കുറവ് കൊണ്ട് സംഭവിക്കാം. ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത അസുഖമാണ്. There is no cure for dementia. അതാണ് നമ്മളെ ഏറ്റവും വിഷമിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇത് തിരിച്ചറിയുകയും ഏർലി ഡിറ്റക്ഷൻ ആണെങ്കിൽ നമുക്കത് അതിന്റെ പ്രോഗ്രഷൻ തടയാമെന്ന് പറഞ്ഞു. പിന്നെ അതിലും ഏറ്റവും പ്രധാനം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളത് അവോയ്ഡ് ചെയ്യാം. പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് അത് പരിശോധിക്കാം. ഇപ്പോൾ നോർമൽ ഏജിങ്ങും ഡിമെൻഷ്യയും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഒരാൾ ഡിമെൻഷ്യ പേഷ്യൻ്റ് ആണോ? നമുക്ക് മറവിയുണ്ട്, ഞാൻ പറഞ്ഞു. പലപ്പോഴും മോശമായ ഒരു തീരുമാനമെടുത്തു, അത് സാധാരണ ഏജിങ്ങിന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ സാധാരണ ഒരു സംഭവമാണ്. അത് റിപ്പീറ്റഡ് ആയിട്ട് വരികയാണെങ്കിലോ അത് തന്നെയാണെങ്കിൽ ദാറ്റ് ഈസ് സിംപ്റ്റം ഓഫ് ഡിമെൻഷ്യ. സാധനങ്ങൾ
നഷ്ടപ്പെടാൻ നമ്മുടെ ഇതൊക്കെ നഷ്ടപ്പെടുന്നു, കുടയൊക്കെ വെച്ച് മറന്നൊക്കെ വരുന്നുണ്ട് അല്ലേ, അതൊന്നും ഓർത്താരും പേടിക്കണം. മിസ്പ്ലേസിങ് ഓഫൺ, എപ്പോഴും അത് തന്നെ, മിക്കവാറും അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാലോ അത് വെച്ചിട്ട് പിന്നെ അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിലോ ദാറ്റ് ഈസ് എ സിംപ്റ്റം ഓഫ് ഡിമെൻഷ്യ. എപ്പോഴും മറക്കുന്നു, സാധനങ്ങൾ മാറ്റി വെക്കുന്നു, അത് എവിടെയാണെന്ന് ചോദിച്ചാൽ അറിയില്ല, ആ ഒരു അവസ്ഥ. മിസ്സിങ് പേയ്മെന്റ് ഒക്കെ കൃത്യമായിട്ട് നടത്തുന്നത് നമുക്ക് മിസ്സാവാറുണ്ട്. മന്ത്ലി ബിൽസ് കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരിക, പ്രോപ്പറായിട്ട് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാതെ വരുന്നുവെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നത്തെ ദിവസം എന്താണെന്ന് ചിലപ്പോൾ നമ്മൾ മറന്നു പോകാറുണ്ട്, പിന്നീട് ഓർമ്മിക്കും അല്ലേ. പക്ഷേ ഡിമെൻഷ്യ പേഷ്യന്റ് അതിന്റെ ഒരു ലക്ഷണം എന്താണ്? തീയതിയും വർഷവും ഒന്നും ഓർക്കത്തില്ല. ചിലപ്പോൾ വാക്കുകൾ നമ്മൾ മറന്നു പോകാറുണ്ട്. ആപ്റ്റ് വേർഡോ അത് കിട്ടുന്നില്ല എന്ന് വെച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. സംഭാഷണമേ അസാധ്യമായിരിക്കും ഡിമെൻഷ്യ പേഷ്യൻസ്. അത് അവർക്ക് പൂർണ്ണമാക്കിക്കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടാൻ സാധിക്കില്ല. വിഷയം മാറിപ്പോവും, മറന്നുപോവും, ഡിസ്കണക്ഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഡിമെൻഷ്യ പലതരമുണ്ട്. ആർക്കെങ്കിലും പറയാമോ? ഏതെങ്കിലും ടൈപ്സിനെ കുറിച്ച് അറിവുള്ളവർ പറയൂ, ഷെയർ ചെയ്യൂ. ലോങ് ടൈം ഷോർട്ട് ടൈം ആണോ? ലോങ് ടൈം ഷോർട്ട് ടൈം അല്ല. ഇത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ബ്രെയിൻ സെൽസിന് ഡാമേജ് ഉണ്ടാകുന്നതുകൊണ്ടാണ്. സാറേ, ക്രോണിക് ആൻഡ് അക്യൂട്ട്. ക്രോണിക് ആൻഡ് അക്യൂട്ട് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് പലതും അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റും. ക്രോണിക് ആണ്, നീണ്ടു നിൽക്കുന്നതാണ്. Slow progressing, fastly progressing. Yes, correct. അതൊക്കെ that depends. അപ്പോൾ ഈ ടൈപ്സ് നമ്മൾ തീരുമാനിക്കുന്നത് ഈ ബ്രെയിൻ സെൽസിന് ഡാമേജ് ഉണ്ടാകുന്ന ഭാഗത്തെ അധികരിച്ചാണ്. അതാണ് ലക്ഷണങ്ങളും അങ്ങനെയാണ് വരിക. ഏത് ഭാഗത്തിനാണ് ഓർമ്മയെ ബാധിക്കുന്നിടത്താണോ നമ്മൾ റീസണിങ്, അങ്ങനെ ബ്രെയിനിന്റെ ആ ഭാഗങ്ങളിൽ ഏത് ഭാഗത്താണ് ഈ ഡാമേജ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഈ പ്രോട്ടീൻ, അൺവാണ്ടഡ് പ്രോട്ടീൻ ആഡ് ചെയ്യപ്പെടുന്നത്, ഇതിന്റെ പാട പോലെ ഉണ്ടാകുന്നത്, അതനുസരിച്ചാണ്, ഏത് ഭാഗത്തെ അഫക്ട് ചെയ്യുന്നതനുസരിച്ചാണ്. അൽഷിമേഴ്സ് ഡിസീസ് നമ്മൾ കണ്ടു, ഓർമ്മ, സംസാരശേഷി ആ ഭാഗത്തെ, ബ്രെയിനിന്റെ ആ ഭാഗത്തെയാണ് അഫക്ട് ചെയ്യുന്നത്. അതാണ് കോമൺ ആയിട്ടുള്ള രോഗവും. അൽഷിമേഴ്സ് ഫസ്റ്റ് ടൈപ്പ് അൽഷിമേഴ്സ് ആണ്, മോസ്റ്റ് കോമൺ ടൈപ്പും അൽഷിമേഴ്സ് ആണ്. അതുകൊണ്ടാണ് അൽഷിമേഴ്സിന് ഇത്രയും ലോക പ്രാധാന്യം, ചർച്ചാ വിഷയം കൂടുതൽ വരിക ഡിമെൻഷ്യ എന്നല്ല, അൽഷിമേഴ്സ് എന്നാണ്. ഓരോ വർഷവും ഒരു മാസം അൽഷിമേഴ്സ് മന്ത് ആയിട്ട് ആചരിക്കുന്നുണ്ട്. അത് ഏതാന്ന് പറയാം? ഡിസംബറിലായിരുന്നു. ഡിസംബറിൽ. അപ്പൊ ശരിക്കും നമുക്ക് ഇതേക്കുറിച്ച് അവയർനെസ് വേണം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഈ ലോകത്ത് ഒരു മാസം അൽഷിമേഴ്സ് മന്തായിട്ട് ആചരിച്ചിട്ട് നമ്മൾ അത് ശ്രദ്ധിച്ചില്ല. നമ്മൾ ശ്രദ്ധിക്കണം, ഇനി ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് സാബു സാർ എന്നോട് ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് ഡിമെൻഷ്യയെ കുറിച്ച് എടുക്കാം എന്ന് ഞാൻ പറഞ്ഞത്. സമൂഹത്തിന് അവബോധം ഉണ്ടാകേണ്ട ഒരു പ്രധാന വിഷയമാണ് ഡിമെൻഷ്യ. ഇത് സെപ്റ്റംബർ മാസം അൽഷിമേഴ്സ് ഡേ ആചരിക്കുന്നുണ്ട്. സെപ്റ്റംബർ 21-നാണ്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസം അൽഷിമേഴ്സിനും ഡിമെൻഷ്യയും പ്രചാരം നൽകുന്നതിന്, അതേക്കുറിച്ച് അവബോധം ഉണ്ടാക്കുന്നതിന് ഒരു മാസം തന്നെ ലോകത്ത് ഒത്തിരി വളരെ പ്രൊപ്പഗാൻഡ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാസമാണ് സെപ്റ്റംബർ മാസം. ടൈപ്സ് ഓഫ് ഡിമെൻഷ്യയിൽ ഒന്നാമത് ഞാൻ പറഞ്ഞു അൽഷിമേഴ്സ് ഡിസീസ്. വാസ്കുലർ ഡിമെൻഷ്യ. വാസ്കുലർ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, ധമനി സംബന്ധമായിട്ടുള്ള വിഷയം, സ്ട്രോക്ക് മൂലമൊക്കെ ഉണ്ടാകുന്നതാണ്. എന്തെങ്കിലും ഒരു ചികിത്സ ലഭ്യമാക്കുന്നത് അല്ലെങ്കിൽ സാധ്യമാകുന്നത് വാസ്കുലർ ഡിമെൻഷ്യയ്ക്കാണ്. കാരണം അതിൻ്റെ ഒരു കറക്ഷൻ ഉണ്ടാക്കാൻ സാധിച്ചാൽ ഇത് നമുക്ക് ചികിത്സിച്ച് ഒരു പരിധി വരെ ഭേദമാക്കാൻ പറ്റും. ധമനി വിഷയമായിട്ടുള്ള
ഡിമെൻഷ്യ, അതിനെ വാസ്കുലാർ ഡിമെൻഷ്യ എന്ന് പറയും. മിക്സഡ് ഡിമെൻഷ്യ, ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്ന ഒരു ടൈപ്പ് ഉണ്ട്. അൽഷിമേഴ്സ് ഡിസീസും വാസ്കുലാർ ഡിമെൻഷ്യയും ചേർന്ന് വരുന്നതിനെയാണ് മിക്സഡ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. ദെൻ ലെവി ബോഡി ഡിമെൻഷ്യ. ലെവി ബോഡി ഒരു അബ്നോർമൽ ഡെപ്പോസിറ്റ് ഓഫ് പ്രോട്ടീൻ ആണ്. ലെവി ബോഡി എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ പാട പോലെ അടിയുന്ന സംഭവം. ലെവി ബോഡി ഡിമെൻഷ്യ. ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ, അത് ആ ബ്രെയിനിന്റെ ആ ഭാഗം സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഒരു ക്ലാസിഫിക്കേഷനാണ്. പാർക്കിൻസൺസ് ഡിസീസ് ഡിമെൻഷ്യ, ഇതില് 64% അൽഷിമേഴ്സ് ഡിസീസാണ്. ഡിമെൻഷ്യ, ഈ ടൈപ്സ് ഓഫ് ഡിമെൻഷ്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് 64%-ഓളം അൽഷിമേഴ്സ് ഡിസീസാണ്. വാസ്കുലാർ ഡിമെൻഷ്യ വരുന്നത് 17%, മിക്സഡ് ഡിമെൻഷ്യ 10%, ലെവി ബോഡി 5%, ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ 2%, പാർക്കിൻസൺസ് ഡിസീസ് ഡിമെൻഷ്യ 2%. അപ്പോൾ ഇതിൽ നമുക്ക് അൽഷിമേഴ്സിന്റെ പ്രാധാന്യം അറിയാൻ പറ്റും. ഇനി അൽഷിമേഴ്സ് എങ്ങനെ തടയാം? ഇത്രയും ഭീകരമായ ഒരു അവസ്ഥ വരാതെ നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമുക്ക് വരാതെ നോക്കുന്നതിനോടൊപ്പം തന്നെ സമൂഹത്തിൽ ആർക്കും വരാതെ നോക്കാം, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വരാതെ നോക്കാം നാം ശ്രദ്ധിക്കേണ്ടത്, തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഈ ഡിമെൻഷ്യ അവയർനെസിന്റെ പ്രാധാന്യം. നമുക്കറിയാം, ഇന്ന് ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടം. ഇന്നല്ല, കുറെ വർഷങ്ങളായി അല്ലേ. പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കിലോമീറ്ററുകൾ നടന്ന് സ്കൂളിൽ കോളേജിലൊക്കെ പോയ ചരിത്രം ഓർക്കുന്നുണ്ട്. അപ്പോൾ കോളേജിൻ്റെ അവിടം വരെ ബസ്സിന് പോകണമെങ്കിൽ 10 പൈസയായിരിക്കും. നമ്മളത് ലാഭിച്ചുകൊണ്ട് ഈ 4-5 കിലോമീറ്ററുകൾ നടന്ന് പോവുകയും ഒക്കെ ചെയ്തിരുന്ന ഓർമ്മ. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പണിയെടുക്കുന്ന ഒരു സമൂഹം, വീട്ടിലെ കുടുംബാംഗങ്ങളെല്ലാം, അമ്മയ്ക്കൊക്കെ വീട്ടിൽ ഇരിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല അല്ലേ. എപ്പോഴും ജോലിയാണ്, എപ്പോഴും ജോലി. അതിന്റെ പുറത്ത് വേറെ പശുവിനെയും കോഴിയെയും ആടിനെയൊക്കെ നോക്കുന്ന വീട്ടിലുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം, അതിനോടൊപ്പം തന്നെ അതും ചെയ്യും. അങ്ങനെ എപ്പോഴും എനർജറ്റിക് ആയിട്ട് ജോലി ചെയ്തിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ ഒക്കെ ചെറുപ്പകാലത്ത്. ഇന്ന് ഫിസിക്കൽ ഇൻആക്ടിവിറ്റിയുടെ കാലം, എല്ലാം മെഷീൻ ചെയ്യുന്ന ഒരു കാലം. നമുക്ക് ചിന്തിക്കുക പോലും വേണ്ട, ആ ജോലി പോലും ഇപ്പം മെഷീൻ ഏറ്റെടുക്കാൻ പോവുകയാണ് അല്ലേ. അതൊരു എത്രമാത്രം ഭീകരമാകും എന്നുള്ളത് നമ്മൾ ഇനി കണ്ടറിയേണ്ടിയിരിക്കും. എന്താണ് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നത് കൊണ്ട് നമുക്കുള്ള ഗുണം? എക്സസൈസ് കൊണ്ടുള്ള ഗുണം എന്താണ്? ബ്രെയിൻ സ്റ്റിമുലേറ്റഡ് ആവും. ബ്രെയിൻ സ്റ്റിമുലേറ്റ്, വെരി ഗുഡ്. ഓക്സിജൻ ഇൻക്രീസ് ചെയ്യും ബോഡിയിൽ. ഓക്സിജൻ സപ്ലൈ എല്ലാ ഭാഗത്തും, എസ്പെഷ്യലി ബ്രെയിനിലും ഓക്സിജൻ സപ്ലൈ നന്നായിട്ട് നടക്കും. ഇതാണ് നമ്മുടെ ജീവിച്ചിരിക്കുന്നതിൻ്റെ, അല്ലെ എനർജറ്റിക് ആയിട്ട് ഊർജ്ജസ്വലമായിട്ട് ജീവിച്ചിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, ആവശ്യം. ബ്ലഡ് സർക്കുലേഷൻ വേണ്ട രീതിയിൽ നടക്കണം, ഓക്സിജൻ എല്ലായിടത്തും എത്തണം, ബ്രെയിനിലേക്കും എത്തണം. അപ്പോൾ എല്ലാം ഭംഗിയാണ്. റെഗുലർ എക്സർസൈസ് വേണം. എക്സർസൈസ് തന്നെ പലതരമുണ്ട്. ഐസോമെട്രിക്, ഐസോട്ടോണിക്, ഐസോകൈനറ്റിക്, അനഎറോബിക്, എയറോബിക്. ഐസോമെട്രിക്, ഐസോട്ടോണിക്, ഐസോകൈനറ്റിക്, അനഎറോബിക്, അനഎറോബിക്. ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഹാർട്ടിനെയും ലങ്സിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്ത് നിർത്താൻ ആവശ്യമായിട്ടുള്ളത് എയറോബിക് എക്സസൈസ്. എയറോബിക് എക്സസൈസ് അത് ഓട്ടമാകാം, നടപ്പാകാം, ജോഗിങ് ആകാം. അപ്പോൾ ഫുൾ ബോഡി ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാവുകയാണ് അല്ലേ. അത് എയറോബിക് എക്സസൈസ് സ്റ്റിമുലേറ്റ്സ് ഹാർട്ട് ആൻഡ് ലങ്സ്, ഇംപ്രൂവിങ് ദി ബോഡീസ് യൂട്ടിലൈസേഷൻ ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ യൂട്ടിലൈസേഷൻ കൂട്ടുന്നു എയറോബിക് എക്സസൈസ്.
It ensures overall fitness. ഹാർട്ട്, ലങ്സ്, നമ്മുടെ ആന്തരിക അവയവങ്ങളൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു എക്സസൈസ് ആണ്. അത് റെഗുലർ എക്സസൈസ് നമുക്ക് ഇപ്പോൾ എന്താണ് ജോലി ഒന്നും ചെയ്യാതിരിക്കുന്ന നമുക്ക്, ജോലി ചെയ്യേണ്ട ആവശ്യമില്ലാതെ ജീവിക്കേണ്ടി വരുന്ന നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ഇത് ഗുഡ് ഫോർ ഓപ്റ്റിമൽ ബ്രെയിൻ ഫങ്ഷൻ. അഭിലഷണീയമായ ബ്രെയിൻ ഫങ്ഷന് ഏറ്റവും പ്രധാനമാണ് എയറോബിക് എക്സസൈസ്. ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ പ്രാധാന്യം അതിനെക്കുറിച്ച് തന്നെ വേണമെങ്കിൽ തോമസ് സാറും പുലവനാൻ സാറും ഒക്കെ വേറെ ക്ലാസ് എടുക്കാനായിട്ട് ഒരു ക്ലാസ്സിനുള്ള ടോപ്പിക് തന്നെയുണ്ട്. ഫിസിക്കൽ ആക്ടിവിറ്റി, ഫിസിക്കൽ ഇന്നാക്ടിവിറ്റി കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ദൂഷ്യങ്ങളെ കുറിച്ച്. അത് ഈ എന്താ പറയുക ഡിമെൻഷ്യയിലേക്ക് നയിക്കുന്ന ഒരു ഘടകമാണ് എന്ന് അറിയുമ്പോൾ അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ദെൻ ക്രിയേറ്റിവിറ്റി. എന്താണ് ക്രിയേറ്റിവിറ്റി? ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ പുതുമയുള്ള കാര്യങ്ങളെ പുതുമയുള്ള കാര്യങ്ങൾ സ്വയം ചെയ്യുക, അല്ലെ? നമ്മുടെ ചിന്തയിൽ നിന്നും തന്നെ. The ability to create something new using imagination or own ideas. നമ്മുടെ സ്വന്തം ഐഡിയാസ് കൊണ്ടോ ഇമാജിനേഷനെ കൊണ്ടോ പുതിയവ സൃഷ്ടിക്കുക, അതാണ് ക്രിയേറ്റിവിറ്റി. അത് നല്ലൊരു ചിത്രമാകാം, ഒരു ശില്പമാകാം, ഒരു രചനയാകാം, എന്തുമാകാം. അവിടെ നമ്മുടെ ചിന്ത, ക്രിയേറ്റിവിറ്റി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ എല്ലാത്തിനും എക്സസൈസ് ആവശ്യമാണ്. നമ്മുടെ ഓർമ്മയ്ക്ക് എക്സസൈസ് വേണം, നമ്മുടെ ചിന്തയ്ക്ക് എക്സസൈസ് വേണം, നമ്മുടെ ഇമാജിനേഷൻ എക്സസൈസ് വേണം. അത് ഒക്കെ കിട്ടുന്ന പ്രവൃത്തികളിൽ നമ്മൾ ഏർപ്പെടും. ഇനി അടുത്തത് ഒന്ന് ഞാൻ പറഞ്ഞു, ഫിസിക്കൽ ആക്ടിവിറ്റി, നെക്സ്റ്റ് ക്രിയേറ്റിവിറ്റി, then comes sleep. ഉറക്കമിളച്ച് എന്ന് പഠിച്ച് ഞാൻ റാങ്ക് നേടി അങ്ങനെയൊക്കെ പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല. കുട്ടികളെ ഉറങ്ങാൻ അനുവദിക്കണം. അവർ പഠിക്കേണ്ട സമയത്ത് പഠിക്കട്ടെ, ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം. ഒരു മനുഷ്യന് 6 to 8 hours സ്ലീപ്പ് മസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ 8 മണിക്കൂർ സ്ലീപ്പ് വേണം. മുതിർന്നവർക്കൊക്കെ 6 hours 6 to 7 ഒക്കെ മതിയാവും. ഈ ഉറക്കത്തിലാണ് നമ്മുടെ ന്യൂറോൺസിന് റീസൈക്ലിംഗ് സംഭവിക്കുന്നത്. ഈ തലച്ചോറിലുണ്ടാകുന്ന ഈ നമ്മുടെ പ്ലേക്സ് കൊണ്ട് അൽഷിമേഴ്സ് ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ, ആ പ്ലേക്സ് ഒക്കെ ക്ലീൻ ചെയ്യപ്പെടുന്നത് ഡീപ് സ്ലീപ്പിൽ. റീസൈക്ലിംഗ് ഓഫ് ന്യൂറോൺസ് ടേക്ക് പ്ലേസ് ഡ്യൂറിങ് സ്ലീപ്പ്. അതാണ് സ്ലീപ്പിന്റെ പ്രാധാന്യം. അപ്പോൾ വീണ്ടും സ്ലീപ്പ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും എനർജറ്റിക് ആയിട്ട് തിരിച്ചു വരുന്നതിന്റെ ലക്ഷണം കാര്യം അതാണ്. സ്ലീപ്പിന്റെ പ്രാധാന്യം. ഹെൽത്തി ഡയറ്റ്, then comes healthy diet. ഇന്നത്തെ ഭക്ഷണ രീതികളെ കുറിച്ചൊക്കെ പറയാതിരിക്കുകയാണ് ഭേദം. ഒരു ഔചിത്യവുമില്ലാതെ രുചിക്കും കളറിനും ഭംഗിക്കും വേണ്ടി പരക്കം പായുകയാണ് മനുഷ്യൻ. തീർച്ചയായും ചിന്തിക്കണം. ഫാസ്റ്റ് ഫുഡ് ഉപയോഗിക്കരുതെന്ന് ഞാൻ പറയുന്നു, വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കാം. പക്ഷെ ഫാസ്റ്റ് ഫുഡ് മാത്രം ഉപയോഗിക്കുന്നതുകൊണ്ട് that will lead to that will ruin our system, especially brain cells. അപ്പോൾ ന്യൂട്രീഷൻ ഏറ്റവും പ്രധാനമാണ്. എങ്ങനെയുള്ള ഫുഡാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? നമ്മുടെ ഹൃദയത്തിനും തലച്ചോറിനും അഭിലഷണീയമായ ഡിസൈറബിൾ ആയിട്ടുള്ള ഫുഡായിരിക്കണം നമുക്ക്. ഏറ്റവും ബെറ്റർ വെജിറ്റേറിയൻ തന്നെയാണ്. വെജിറ്റേറിയൻ നമുക്ക് ആരെയും നിർബന്ധിക്കാൻ പറ്റില്ല. പക്ഷേ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഒക്കെ കൺട്രോൾഡ്, അതിനൊക്കെ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കും, ക്രമീകരണം ഉണ്ടായിരിക്കും. നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതാണോ, നമ്മളെ വളർത്തുന്നതാണോ, അതോ നമ്മുടെ സെൽസിനെ നശിപ്പിക്കുന്നതാണോ എന്ന് ചിന്തിക്കണം. അങ്ങനെയുള്ള ഫുഡ് കഴിക്കുക. ഫാറ്റി ഫിഷ്, സാൽമൺ, അതുപോലുള്ള ഫിഷ് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കൂടുതലുള്ളത്. അതും ഈ പറഞ്ഞതുപോലെ വേറൊരു ടോപ്പിക്കിന്
യോഗ്യമായ ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഹെൽത്തി ഡയറ്റ്. അപ്പോൾ നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് അടുത്തതിലേക്ക് പോവുകയാണ്. മെന്റൽ സ്റ്റിമുലേഷൻ, സോഷ്യൽ ഗ്യാതറിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിന് ഉന്മേഷം പകരുന്നതാണ്. കൾച്ചറൽ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുക, ഓർമ്മകൾ പങ്കുവയ്ക്കുക, അതൊക്കെ മനസ്സിന് സ്റ്റിമുലേഷൻ തരുന്നതാണ്. മെന്റൽ സ്റ്റിമുലേഷൻ, പാട്ട്, വായന, നല്ല കഥകളൊക്കെ വായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മുടെ ബ്രെയിൻ ഓപ്റ്റിമൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ബ്രെയിൻ ഓപ്റ്റിമൽ ഫംഗ്ഷന് വേണ്ടിയുള്ള 7 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1 ഫിസിക്കൽ ആക്ടിവിറ്റി, 2 ക്രിയേറ്റിവിറ്റി, 3 സ്ലീപ്പ്, ദെൻ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഹെൽത്തി ഡയറ്റ്, മെന്റൽ സ്റ്റിമുലേഷൻ, ദെൻ സ്ട്രെസ് റിഡക്ഷൻ. സ്ട്രെസ്, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും ഇതുപോലുള്ള ഡിമെൻഷ്യ പോലുള്ള അവസ്ഥയിലേക്ക് നമ്മൾ നയിക്കാൻ ആക്കം കൂട്ടുന്ന കാര്യങ്ങളാണ്. സോ അതും റെഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. സ്ട്രെസ് റിഡക്ഷൻ, ദെൻ സോഷ്യലൈസേഷൻ. നമുക്ക് കുറെ ഹാബിറ്റ്സ് മാറ്റാനുണ്ട്. സ്മോക്കിംഗ് കിൽസ് ന്യൂറോൺസ്. സ്മോക്കിംഗ് കൊണ്ട് നമ്മുടെ ബ്രെയിൻ സെൽസ് അഫക്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത. സ്മോക്കിംഗ് ഉപേക്ഷിക്കും. എന്തിനാണ് വെറുതെ എന്താ പറയുക പൈസ കൊടുത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നത്? അതുപോലെ തന്നെ ഈ മയക്കുമരുന്ന്, മദ്യം, ഇതൊക്കെ ബ്രെയിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നാം തിരിച്ചറിയണം. ഒരു മദ്യപാനിക്കാണ് ഏറ്റവും കൂടുതൽ ഡിമെൻഷ്യ വരാനുള്ള സാധ്യത സാധാരണ ഒരു മനുഷ്യനേക്കാളും. നാം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പുകവലിക്കുന്നതിന്റെ ഒരു ആസ്വാദ്യത എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. ദെൻ ആൽക്കഹോൾ കൺസംഷൻ, ദെൻ മയക്കുമരുന്നിന്റെ ഉപയോഗം. ഇപ്പൊ കേരളം മയക്കുമരുന്നിന്റെ ഒരു ഹബ്ബായിക്കൊണ്ടിരിക്കുക. ദിവസവും പത്രത്തിൽ കിലോ കണക്കിന് കഞ്ചാവ്, അതുപോലെ തന്നെ MDMA ഇതൊക്കെ പിടിക്കുന്ന വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ബോധവൽക്കരണം ആവശ്യമില്ല. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളാണ്. സമൂഹം അതിനെതിരെ ഉണരേണ്ട സമയം കഴിഞ്ഞിരിക്കും. മയക്കുമരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ ബ്രെയിൻ സെൽസിനെ കില്ല് ചെയ്യുക, കബളിപ്പിക്കുകയാണ്. അങ്ങനെ കബളിപ്പിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് മയക്കുമരുന്ന്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുക. ഇത് ഡിമെൻഷ്യ പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. എൻജോയ്, സ്ട്രെസ് ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അതിന് ഗെയിംസിൽ ഒക്കെ പങ്കെടുക്കുക. നമ്മുടെ ബ്രെയിനിനെ ചീറ്റ് ചെയ്യാതിരിക്കുക, നമ്മുടെ ശരീരത്തെ ചീറ്റ് ചെയ്യാതിരിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിമെൻഷ്യ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ഇനി എന്തൊക്കെയായാലും ഡിമെൻഷ്യ എന്ന രോഗം വന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആരില്ലെങ്കിലും കണ്ടു എന്ന് വിചാരിക്കുക. നമുക്കത് ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള രോഗിയെ നമ്മൾ പരിചരിക്കണം. ഈ രോഗി എന്ന് പറയുന്നത് ഒരു പ്രത്യേക അവസ്ഥയിലുള്ള രോഗിയാണെന്ന് സമൂഹം തിരിച്ചറിയണം. പലപ്പോഴും അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. ഞാനൊരു കഥ പറഞ്ഞുകൊണ്ട് അടുത്ത ആ ഒരു വിഷയത്തിലേക്ക് പോകാം. അന്ന് രാവിലെ ക്ലിനിക്കിൽ തിരക്ക് തീരെ കുറവായിരുന്നു. മണി 8:30 ആയിട്ടേ ഉള്ളൂ. അപ്പോഴാണ് 80 കഴിഞ്ഞ ആ മനുഷ്യൻ അവിടെ എത്തിയത്. അയാൾ ഡോക്ടറെ സമീപിച്ച് പറഞ്ഞു, ഡോക്ടർ, എൻ്റെ തള്ളവിരലിലെ ഈ സ്റ്റിച്ച് ഒന്ന് വേഗം എടുത്തു തരുമോ? എനിക്ക് 9 മണിക്ക് അടിയന്തിരമായി ഒരിടത്ത് എത്തേണ്ടതുണ്ട്. ആ മനുഷ്യന്റെ അസ്വസ്ഥത കണ്ട് ഡോക്ടർ വേഗം തന്നെ ഉപകരണങ്ങൾ സജ്ജമാക്കി. മുറിവ് ഉണങ്ങിയിരുന്നതിനാൽ സ്റ്റിച്ച് നീക്കം ചെയ്യാൻ തുടങ്ങി. വൃദ്ധൻ ഇടയ്ക്കിടെ അക്ഷമനായി വാച്ച് നോക്കുന്നുണ്ടായി. ആകെ ഒരു തിടുക്കം. ഡോക്ടർ ചോദിച്ചു, വേറെ ഏതെങ്കിലും ഡോക്ടറെ കാണേണ്ടതുണ്ടോ? മറ്റേതെങ്കിലും ചികിത്സയ്ക്ക്? ഇല്ല, പക്ഷെ എനിക്ക് വേഗം പോയേ തീരും.
ഭാര്യ നേഴ്സിംഗ് ഹോമിലാണ്, അവരോടൊപ്പം പ്രാതൽ കഴിക്കണം. എന്താണ് അവർക്ക്? അവർക്ക് അൽഷിമേഴ്സ് ആണ്. എന്താ, അല്പം വൈകിയാൽ അവർ പരിഭ്രമിക്കുമോ? ഇല്ല. കഴിഞ്ഞ 5 വർഷമായി അവൾ എന്നെ തിരിച്ചറിയുന്ന പോലുമില്ല. ഡോക്ടർക്ക് അത്ഭുതം. നിങ്ങളെ തിരിച്ചറിയുന്നില്ലെങ്കിൽ പോലും താങ്കൾ എന്നും രാവിലെ കൃത്യമായി അവിടെ പോകുന്നു, അല്ലേ? വൃദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട്. മകന്റെ പ്രായമുള്ളൂ ആ ഡോക്ടർക്ക്. ഡോക്ടറുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, ഡോക്ടറുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, മോനെ, അവൾക്കെന്നെ അറിയാൻ സാധിക്കുന്നില്ലെങ്കിലും എനിക്ക് അവളെ അറിയാമല്ലോ. അവൾക്കെന്നെ അറിയാൻ സാധിക്കുന്നില്ലെങ്കിലും എനിക്ക് അവളെ അറിയാമല്ലോ. സ്റ്റിച്ച് അഴിച്ചു കിട്ടിയതോടെ പണവും നൽകി തിടുക്കത്തിൽ അയാൾ യാത്രയായി. യുവ ഡോക്ടറുടെ കണ്ണുകൾ നിറഞ്ഞണിഞ്ഞു. ഇതാണ് യഥാർത്ഥ സ്നേഹം, ഇതാണ് യഥാർത്ഥ പരിചരണം. അവർക്കറിയില്ല അവർ ചെയ്യുന്നത് എന്താണ്. അവർക്കൊരു വികാരവുമില്ല. മാറി മറിഞ്ഞു വരുന്ന മൂഡ് ചേഞ്ചസ് ഒന്നിലും ഉടക്കി നിൽക്കുന്നില്ല, തിരിച്ചറിയുന്നില്ല. നേരത്തെ നമ്മൾ കണ്ടു. അപ്പോൾ ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ കഴിയണം. ഈ പറയുന്ന വ്യക്തി നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നിരിക്കണം. നമുക്കത് മാറ്റാൻ സാധിക്കില്ല. ചികിത്സിച്ച് ഭേദമാക്കാനാവാത്ത ഈ രോഗത്തിന് അടിമയാകുന്നവരെ എങ്ങനെയാണ് പരിചരിക്കേണ്ടത്? സ്നേഹവും പരിചരണവും നൽകി നാം സംരക്ഷിക്കണം. ഈ കഥയിൽ നിന്ന് അത് വ്യക്തമാണ്. അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. അപ്പൊ അവിടെ ഒരു നേഴ്സിംഗ് ഹോമിലായതുകൊണ്ട് അദ്ദേഹത്തിന് ആ സമയത്ത് ഓടിച്ചെന്നാൽ മതി. എങ്കിലും അതിന് അദ്ദേഹം താല്പര്യം കാണിക്കും. ഇങ്ങനെയുള്ള രോഗികളെ അവഗണിക്കുന്ന സമൂഹമാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്, നമ്മുടെ ഇടയിലുള്ളത്. അത് മാറണം. അവരെ അവഗണിക്കരുത്, അവരെ ചേർത്ത് നിർത്തുക. സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറണം. ഒരു സ്റ്റിഗ്മയുണ്ട്. ഇവർ ചെയ്യുന്നത് ചിലര് മാനസിക രോഗമായിട്ട് കാണും. മാനസിക രോഗത്തിന്റെ ലക്ഷണങ്ങൾ തന്നെ ഇതിൽ പ്രകടമായി കാണുന്നുണ്ട്. പക്ഷെ അതൊരു മാനസിക രോഗമല്ല എന്ന് നമ്മൾ തിരിച്ചറിയാം. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ എത്രയോ മഹാന്മാർ ഈ രോഗത്തിന് അടിമയായിരുന്നിട്ടുണ്ട്. ആർക്കും വരാവുന്ന ഒരു രോഗം. അവരുടെ കുറ്റം കൊണ്ടായിരിക്കണമെന്നില്ല. ബ്രെയിനിന് ക്ഷതമുണ്ടാക്കുന്ന അസുഖങ്ങളാകാം, ഇഞ്ചുറി ആകാം. നമുക്കറിയാം, ബ്രെയിൻ ഡാമേജ് ഉണ്ടായാൽ റിക്കവറി പാടാണ്, ബുദ്ധിമുട്ടാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ബ്രെയിനിന് സംഭവിക്കുന്നത് കൊണ്ട് അതിൻ്റെ റിക്കവറി ബുദ്ധിമുട്ടാകുന്നു. ഞാൻ ആദ്യം പാടിയ പാട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി സമയമാം യമുനയോ പിറകിലേക്കൊഴുകിയോ മധുരമണിനാദം മാടി വിളിക്കുന്നു. ഇതേത് സിനിമയിലെ പാട്ടാണെന്ന് ആർക്കെങ്കിലും പറയാമോ? ഓർക്കുന്നില്ലല്ലോ സർ. താല്പര്യം കുറവാണല്ലേ? താല്പര്യം കുറവുള്ളതൊക്കെ നമ്മൾ മറന്നുപോകും. ഒരു ക്ലൂ തരാം. തിലകൻ അഭിനയിച്ച മെയിൻ റോളിൽ അഭിനയിച്ച മോഹൻലാലും ഉണ്ട്. സമയം അതിക്രമിച്ചു സർ. ഇല്ല സർ, ഒരു ക്ലൂ കൂടെ താ. ഒരു ക്ലൂ കൂടെ തരാം. എന്താ പറയാ, അതിൽ കീരിക്കാടൻ ജോസ് ഉണ്ടോ സർ? തിലകൻ അധ്യാപകനാണ്. അധ്യാപകനായിട്ട് അഭിനയിച്ചു. സ്ഫടികം. അല്ല, സ്ഫടികം. അതൊരു ശൈലിയായി അല്ലെ, ഒരു ശൈലിയായി. ഭയങ്കര ശൈലിയായി ട്രെയിനേഴ്സ് മുഴുവൻ അത് എടുത്ത് ഉപയോഗിക്കല്ലേ. ആ സിനിമയിലെ പാട്ടാണ് ഞാൻ ഈ വരികൾ, പാട്ടിന്റെ വരികളാണ് ഞാനിപ്പോ പാടിയത്. ഇത് ആര് എഴുതിയതാന്ന് പറയാം?
ഞാൻ തന്നെ പറയാം, പി ഭാസ്കരൻ എന്ന മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ പിതാവെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കവി. എത്രയോ നല്ല ഗാനങ്ങൾ എഴുതി, എത്രയോ നല്ല ഗാനങ്ങൾ നമ്മളിപ്പോൾ പാടിക്കൊണ്ട് നടക്കുന്ന, മലയാളം ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന ഗാനങ്ങൾക്ക് രചന നിർവഹിച്ച പി ഭാസ്കരൻ മാഷ്. ഞാനിത് പറയാൻ കാരണം, പി ഭാസ്കരൻ മാഷിന്റെ അന്ത്യകാലത്ത് അദ്ദേഹം അൽഷിമേഴ്സ് രോഗത്തിന് അടിമയായി. ഒരിക്കൽ എസ് ജാനകി അദ്ദേഹത്തെ സന്ദർശിക്കാൻ ചെന്നു. ആ സദസ്സിൽ വേറെ ആൾക്കാരും ഉണ്ട്. എസ് ജാനകി മാഷ് എഴുതിയ ഗാനങ്ങൾ കുറെ ആലപിച്ചു. മാഷും ഇത് കേട്ട് ഇരുന്നു, വരികളൊക്കെ മൂളുകയൊക്കെ ചെയ്തു, ആസ്വദിച്ച് ഇങ്ങനെ കേട്ടിരുന്നു. അവസാനം ചോദിച്ചു, ഇത് എഴുതിയതാര്? പി ഭാസ്കരൻ മാഷ് ചോദിച്ചതാണ്. അതുപോലെ ഒരു അനുഭവം കൂടെ ഞാൻ ഓർക്കുകയാണ്, വായിച്ചതാണ്. പവനൻ EMSുമായിട്ട് സംവാദത്തിലൊക്കെ വളരെ പ്രഗത്ഭനായിരുന്ന മലയാള സാഹിത്യത്തിലെ അതുല്യ പ്രതിഭയാണ് പവനൻ. പവനന് തൃശ്ശൂർ വെച്ച് ഒരു ആദരവ് നൽകുന്ന ചടങ്ങ്. അന്ന് അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ ഈ ആദരവ് നൽകപ്പെടുന്നത് തനിക്കാണെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. നോക്കൂ. അപ്പോൾ ഒരു സിനിമയുടെ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. നിങ്ങൾക്ക് അറിയാമായിരിക്കും, മോഹൻലാൽ അഭിനയിച്ച, സാബു സാറെ ഞാനൊരു വീഡിയോ തന്നിരുന്നു, ഒന്ന് പ്ലേ ചെയ്യാമോ? സാറേ അത് ഞാൻ എടുത്തില്ല സാർ. ആ, ഞാൻ ചെയ്തോളാം, ഇത് ചെയ്യുമ്പോൾ നോക്കട്ടെ സാർ. ഓക്കെ ഓക്കെ. രസം, ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. തന്മാത്ര. വെരി ഗുഡ്. അപ്പൊ ഓർമ്മ അല്ലെങ്കിൽ മറവി സാധാരണമാണെന്ന് പറയാൻ കൂടിയാണ് ഞാനത് പറഞ്ഞത്. താങ്ക് യു സുരേഷ് സാർ. തന്മാത്ര എന്ന സിനിമ ഞാൻ പണ്ട് കണ്ടതാണ്. അന്ന് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. പിന്നീട് ഈയിടെ ഞാനത് വീണ്ടും കണ്ടു. ഞാൻ എപ്പോഴൊക്കെയാണ് കരഞ്ഞത്, എൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്ര തന്മയത്വത്തോടു കൂടി അൽഷിമേഴ്സ് ബാധിതൻ എന്ന ഒരു വ്യക്തിയുടെ കഥ ബ്ലെസി അവതരിപ്പിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്നു. അതിന്റെ ട്രെയിലർ ഒന്ന് കണ്ടോളൂ. സൗണ്ടില്ല സാറേ. സാറേ സൗണ്ട് വരത്തില്ല, കാരണം ഞാൻ മൊബൈലില്ല. ഓക്കെ, ശ്രദ്ധിച്ചു കണ്ടോളൂ.
സൗണ്ട് ഇല്ലാതെ ഒരു ബോറാണോ? സാർ പറഞ്ഞു സാർ. സൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ വളരെ തന്മയത്വത്തോടുകൂടി മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ള സിനിമ. അതിലെ പല രംഗങ്ങളും സിനിമ കണ്ടിട്ടുള്ളവരുണ്ടാവും. പല രംഗങ്ങളും നമ്മുടെ ഹൃദയം തകർക്കും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അദ്ദേഹത്തെ അവിടുന്ന് തള്ളിവിടുന്ന ഒരു രംഗം കണ്ടല്ലോ. അപ്പോൾ ഈ അൽഷിമേഴ്സ് ബാധിതനായതിനു ശേഷം അദ്ദേഹം സ്വന്തം വീട്ടിലേക്ക്, തറവാട്ടിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ പണ്ടുണ്ടായിരുന്ന ആ കളിക്കൂട്ടുകാരിയാണ് അയാൾ ഓർക്കുക. അവളോട് പഴയതുപോലെ തന്നെ അടുക്കാൻ ശ്രമിക്കുന്നു, കവളത്ത് നുള്ളുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ആ സ്ത്രീ എന്ന് പറയുന്നത് പണ്ടത്തെ കളിക്കൂട്ടുകാരിയാണെങ്കിലും ഇപ്പോൾ വേറൊരാളുടെ ഭർത്താവാണ്. അദ്ദേഹം അത് കാണുമ്പോൾ മോഹൻലാലിനെ, ഈ കഥാപാത്രത്തെ പിടിച്ച് തള്ളിവിടുന്നതാണ് കാണുന്നത്. ഇയാള് അറിവില്ലാതെ ചെയ്യുന്നതാണെന്ന് മനസ്സിലാകുന്നു. പണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു ഈ വീട്ടില് ഇവരും അമ്മയും ഒക്കെ. അപ്പോഴും മോഹൻലാൽ പറയുന്നത് ഉണ്ണിയപ്പം. രമേശൻ നായർ എന്ന കഥാപാത്രം പറയുന്നത് ഉണ്ണിയപ്പം ഉണ്ണിയപ്പം. ഇയാൾ കഴുത്തിന് പിടിച്ച് തള്ളി താഴെ ഇടുമ്പോഴും ഉണ്ണിയപ്പം. വേറൊരു രംഗം കൂടി എൻ്റെ മനസ്സിൽ തറച്ച് ഞാനൊന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. IAS-കാരനാക്കണമെന്നായിരുന്നു മോഹൻലാലിൻ്റെ അച്ഛനും ആഗ്രഹം. അത് സാധിച്ചില്ല. സെക്രട്ടേറിയറ്റ് എംപ്ലോയി ആയി. കഥയിലെ സെക്രട്ടേറിയറ്റ് എംപ്ലോയിൽ അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പോകുമ്പോൾ വഴിതെറ്റുന്നതും വീടാണെന്ന് കരുതി പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് ഓഫീസിലെത്തുന്നതും ഒക്കെ കണ്ടില്ലേ. അതുപോലെ തന്നെ മകനെ അങ്ങനെ ആക്കണം എന്നുള്ള ആഗ്രഹത്തിൽ അയാളെ പഠിപ്പിക്കുന്നു. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം നേരത്തെ മുതലേ ഈ രമേശൻ നായർ ചെയ്യുന്നുണ്ട്. അവസാനം അച്ഛൻ്റെ ആഗ്രഹം ആണ് എന്നുള്ളത് കൊണ്ട് അവൻ വളരെ ബുദ്ധിമുട്ടി, പ്രതിസന്ധികൾ ഉണ്ടായിട്ടും പഠിച്ച് IAS-ന് നാളെ ഇൻ്റർവ്യൂവിന് പോകേണ്ടതാണ്. സെലക്ഷൻ കിട്ടി, ഇൻ്റർവ്യൂവിന് പോകേണ്ടതാണ്. അപ്പോൾ അച്ഛനോട് ഈ വിവരം വന്ന് പറയാൻ വരികയാണ്. വളരെ ആവേശത്തോടു കൂടി ഇതെല്ലാം പറയുന്നു. ഇതെല്ലാം ഇങ്ങനെ വേറെന്തോ കേൾക്കുന്ന പോലെ കേട്ടിരുന്നിട്ട് അവസാനം അച്ഛാ ഞാൻ നാളെ പോവുകയാണ്, ഞാൻ IAS-കാരനായി അനുഗ്രഹിക്കണമെന്നൊക്കെ പറയുമ്പോൾ ആ കഥാപാത്രം ചോദിക്കുന്നത്, രമേശൻ നായർ ചോദിക്കുന്നു, ആരാ? അത്ര വളരെയധികം ഹൃദയാവർജകമായ രംഗങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ആ സിനിമ. ഞാൻ ആ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി പറയുകയല്ല, അത് കണ്ടിരിക്കുന്നത് നല്ലതാണ്. ഈ ഒരു രോഗത്തെക്കുറിച്ചും ഒരു അവബോധം നമുക്കുണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട്, നമ്മുടെ ശീലങ്ങൾ ക്രമീകരിച്ചുകൊണ്ട്, വേണ്ടാത്തതിനെ വെട്ടിക്കളഞ്ഞുകൊണ്ട്, നല്ലതിനെ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ ഡിമെൻഷ്യ എന്ന അവസ്ഥയിലേക്ക് കടക്കാതിരിക്കുവാൻ നമുക്ക് പ്രതിരോധം തീർക്കാം. എന്തു തന്നെ ആയാലും മറവി രോഗത്തെ പ്രതിരോധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഒപ്പം രോഗികളായവരെ സ്നേഹപരിചരണങ്ങൾ നൽകി സംരക്ഷിക്കുകയും വേണം. അവരെ അകറ്റി നിർത്താതെ സമൂഹത്തോട് ചേർത്ത് നിർത്തുന്ന സമീപനം വളർത്തിയെടുക്കണം. സർക്കാരുകൾക്ക് ഇപ്പോൾ ഒരു നയമില്ല. സർക്കാരുകൾ അതിനുള്ള ഒരു നയം രൂപീകരിക്കണം. നാം തുടരുന്ന ശീലങ്ങളിലും ജീവിത രീതികളിലും കാലേ കൂട്ടി ആവശ്യമായ ചിട്ടപ്പെടുത്തലുകൾ
തിരുത്തലുകളും വരുത്തിക്കൊണ്ട് ഈ മഹാവിപത്തിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കാം. ഇവിടെയാണ് മറവി രോഗത്തെക്കുറിച്ച് പൊതുസമൂഹത്തിന് അടിസ്ഥാനപരമായ അവബോധം നൽകേണ്ടതിന്റെ ആവശ്യകത പ്രകടമാകുന്നു. ഈ വിഷയത്തിൽ അടിയന്തിരമായി സർക്കാർ തലത്തിൽ നയരൂപീകരണവും കർമ്മപദ്ധതികളും ഉണ്ടാവേണ്ടതുണ്ട്. സാമൂഹ്യ സാംസ്കാരിക സംഘങ്ങൾ അവർക്കും സഹായകരമായ ഇടപെടലുകൾ നടത്താൻ സാധിക്കും. ഓർമ്മകളിലേക്ക് തന്നെ തിരിച്ചു വരാം. ഓർമ്മകൾ ഓർമ്മകൾ ഓലോലം തകരുമീ തീരങ്ങളിൽ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങൾ മറക്കാനെളുതാണോ? ഓർമ്മകൾ ഓർമ്മകൾ നമ്മൾ കടന്നു വന്ന കണ്ടുമുട്ടിയ വ്യക്തികൾ, അനുഭവങ്ങൾ, ഇതൊക്കെ ഓരോ തിരമാല പോലെയാണ്. അതിങ്ങനെ തകർന്നുകൊണ്ടേയിരിക്കും, വന്നുകൊണ്ടിരിക്കും, തകർന്നുകൊണ്ടിരിക്കും. ഓർമ്മകൾ അവശേഷിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതിനിടയ്ക്ക് നാം കണ്ടുമുട്ടേണ്ടവരെ കണ്ടുമുട്ടണം. നാം കണ്ടവരെ, കാണേണ്ട രീതിയിൽ കണ്ടവരെ, നാം ഹൃദയത്തിൽ കണ്ടവരെ, ഒരിക്കലെങ്കിലും അങ്ങനെ കണ്ടവരെ മറക്കാൻ എളുതാണോ? മറക്കാൻ എളുപ്പമല്ല. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. കാലിക പ്രസക്തമായ ഒരു വിഷയം, ഓർമ്മകൾ മരിക്കുമോ? സങ്കീർണമായ യാന്ത്രിക ഘടനയുള്ള മനുഷ്യൻ ഏറ്റവും സുന്ദരമായത് അവൻ്റെ ഓർമ്മകളാണ്, അവൻ്റെ അനുഭൂതികളാണെന്ന്, ബന്ധങ്ങളാണെന്ന് സാറ് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. ഓർമ്മകൾ എന്നാൽ അറിവിൻ്റെ ആധാരവും ആവരണവുമാണ്. അത് ഒരു ഫാക്കൽറ്റി ഓഫ് ബ്രെയിൻ ആണെന്ന് സാർ ഓർമ്മിപ്പിച്ചു. അത് ഇൻഫർമേഷൻ്റെ അല്ലെങ്കിൽ ഡാറ്റയുടെ ഒരു കളക്ഷനാണ്. അത് എൻകോഡഡ് ആണ്, സ്റ്റോർഡ് ആണ്, ആവശ്യമുള്ളപ്പോൾ റിട്രൈവ് ചെയ്യാൻ പറ്റുമെന്ന് സാർ പറഞ്ഞു. ഓർമ്മകൾ നമുക്ക് എപ്പോഴും സന്തോഷകരമായ അനുഭവങ്ങൾ വരും. പലപ്പോഴും ഓർമ്മകൾ നല്ലതും ചീത്തതുമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ലേൺ ചെയ്യാൻ, പഠിക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനെല്ലാം ഓർമ്മകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് സാറ് ഓർമ്മിപ്പിച്ചു. ഓർമ്മകൾ, മധുരിക്കുന്ന ഓർമ്മകൾ, അത് റെയിൻബോയുടെ കളർഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് ഓർമ്മിപ്പിച്ചു. കൂടുതൽ നിലനിൽക്കുന്ന ഓർമ്മകൾ പലപ്പോഴും വിഷമിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ ഓർമ്മകളും കൂടെ വയ്ക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ളത് നമ്മുടെ ബുദ്ധിയിൽ ചിന്തിക്കുക. സാർ ഒരു നല്ല കഥ പറഞ്ഞു, ഒരു ടീച്ചറുടെ കഥ. എൻ്റെ മനസ്സിലും എൻ്റെ മദറിനെ കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. ടീച്ചറായിരുന്നു, വളരെ കാലം അൽഷിമേഴ്സിൻ്റെ പിടിയിലാകപ്പെട്ടു. എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങളും സാർ ഓർമ്മിപ്പിച്ചു. പറയുന്ന സബ്ജക്റ്റുകൾ മാറിപ്പോവുക, അതുപോലെ തന്നെ പലപ്പോഴും ദേഷ്യം ഉണ്ടാകുക, എന്ത് പറഞ്ഞാലും ചിലപ്പോൾ ചിരിക്കുക, പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക, കുക്കറിൻ്റെ വെയിറ്റ്, അതുപോലെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നു പോവുക, പാചകത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് മാറിപ്പോവുക, പഴയ പേരുകൾ മാത്രം ഓർക്കുക, മരുമകൻ്റെ പേര് മറന്നു പോവുക. എൻ്റെ മദറിനെ സംബന്ധിച്ച് ആദ്യം ഞങ്ങൾ കണ്ടത് മരുമകൻ്റെ പേര് മറന്നു. ഒരു ദിവസം മുഴുവൻ വീട്ടിൽ വന്നു ഓർത്തെടുക്കാൻ. സാധനങ്ങൾ വാങ്ങാൻ മറക്കുക, അതുപോലെ ബെഡ്റൂം, അതുപോലെ തന്നെ ഫ്രിഡ്ജ്, ഇതിൻ്റെയൊക്കെ ആവശ്യങ്ങൾ മാറിപ്പോവുക, വഴിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി റോഡിന് നടുക്ക് നിന്ന് ബസ് നിർത്തി ഹോൺ അടിക്കുമ്പോഴൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് ഞാനിപ്പോൾ ഓർക്കുകയാണ്. വസ്ത്രധാരണ രീതി മാറിപ്പോവുക, ബാഗ്, പണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നതായിട്ട് തോന്നുക, പണം നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്ത, പേര് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ദേഷ്യം വരിക, ഭക്ഷണം വലിയ ഉരുളകളായി ഉരുട്ടി കഴിക്കുക, മലമൂത്ര വിസർജനങ്ങൾ അറിയാതെ പോവുക, സ്വിച്ച് ഇടാൻ മറന്നു പോവുക. സ്വിച്ച് ഇടുന്നത് എവിടെയാണെന്ന് അറിയില്ല. ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം ജനലിൻ്റെ മുകളിൽ കയറി ബൾബിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അമ്മയെ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. സ്വിച്ച് ഇടേണ്ട സ്ഥലം എവിടെയാണെന്ന് അറിയാതെ വരുന്ന ഒരു കൺഫ്യൂഷൻ, ടൈം ആൻഡ് സ്പേസ് തെറ്റിപ്പോവുക, വിഷ്വൽ ആൻഡ് സ്പാഷ്യൽ ഡിസ്റ്റൻസ് പ്രോബ്ലംസ് ഉണ്ടാക്കുക, പൂവർ ജഡ്ജ്മെന്റ്, സോഷ്യൽ വിഡ്രോവൽ ഉണ്ടാകുക. അപ്പം ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ലക്ഷണങ്ങൾ, മൂഡ് മാറുക, പേഴ്സണാലിറ്റി മാറിപ്പോവുക,
അപ്പൊ ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ കാണുമ്പോൾ ഇതെല്ലാം അൽഷിമേഴ്സ് ആണോ ഡിമെൻഷ്യ ആണോ എന്നൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ്. എത്രയോ വർഷങ്ങൾ കണ്ടിട്ടാണ് എൻ്റെ മദറിൻ്റെ അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗം നമുക്ക് മനസ്സിലായത്. സാർ പറഞ്ഞു ഡിമെൻഷ്യ എന്ന് പറയുന്നത് ഒരു കോമൺ ഒരു ഡിസീസാണ്. അൽഷിമർ എന്ന് പറയുന്നത് ഒരു തരം ഡിമെൻഷ്യയാണ്. അതിൻ്റെ ഗ്രൂപ്പ് ഓഫ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ട്. ഡെയിലി ലൈഫിനെ എത്രമാത്രം അഫക്റ്റ് ചെയ്യുന്നു അപ്പോഴാണ് അത് യഥാർത്ഥത്തിൽ രോഗമായിട്ട് നമുക്ക് കാണുന്നത്. ഒരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡർ ആയിട്ട് അല്ലെങ്കിൽ ഡിക്കേ ആയിട്ട് അതിനെ കാണാൻ സാധിക്കുമെന്ന് സാറ് പറഞ്ഞ് നിർത്തുന്നു. അതുപോലെ ബ്രെയിനിന്റെ രക്തോട്ടത്തിന്റെ കുറവ് പലപ്പോഴും അങ്ങനെ ഉണ്ടാകാം. പണ്ടൊക്കെ 65 വയസ്സിലുണ്ടായിരുന്നത് ഇന്ന് 45 വയസ്സുകളിലും ജീവിതശൈലിയുടെ തലങ്ങളനുസരിച്ച് മാറി മാറി വരും. ബ്രെയിനിൽ രക്തോട്ടത്തിന്റെ കുറവ് വരുന്നു. നോർമൽ ഏജിങ്ങും ഡിമെൻഷ്യയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് എന്ന് തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നതെന്ന് സാർ വളരെ കൃത്യമായി പറഞ്ഞു. ആവശ്യത്തിനുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറയുന്നു. പണ്ടത്തെ കാലത്തെ പോലെ ജോലിയുടെ തലങ്ങൾ മാറുന്നു. ഒരു മെക്കനൈസ്ഡ് എൻവയോൺമെന്റിൽ ഇന്ന് നമ്മുടെ ശരീരത്തിന് മൂവ്മെന്റ്സിന്റെ ആവശ്യമില്ലാതായി മാറും. മനഃപൂർവ്വം മൂവ് ചെയ്യേണ്ട ഒരു ആവശ്യത്തിലേക്ക് വന്നു. ഓക്സിജൻ സപ്ലൈ സ്റ്റിമുലേഷൻ കുറയുന്നു. റെഗുലർ എക്സസൈസ് ഇല്ല. സാർ പലതരം എക്സസൈസിനെ കുറിച്ച് ഐസോമെട്രിക്, ഐസോട്രോപിക്, അതുപോലെ കൈനറ്റിക്സ്, അനറോബിക് ആൻഡ് എയറോബിക് തരത്തിലുള്ള പലതരത്തിലുള്ള റെഗുലർ എക്സസൈസ് പ്രാക്ടീസുകൾ അത് ഹാർട്ടിനും ലിംസിനും ഒക്കെ ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ നല്ലതാണ്. മറ്റൊരു തലം ക്രിയേറ്റിവിറ്റി, പുതിയ ഇമാജിനേഷൻ. പഠനം തന്നെയാണ് ഏറ്റവും നല്ല മാർഗമെന്ന് അൽഷിമേഴ്സിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം പുതിയ പുതിയ പഠനങ്ങളിലൂടെ പോവുക. പ്രായമാകും തോറും കൂടുതൽ കുട്ടികളായി മാറുക എന്ന് സാർ ഓർമ്മിപ്പിച്ചു. അതുപോലെ സ്ലീപ്പ് 6 മുതൽ 8 മണിക്കൂർ നല്ല ഉറക്കം അത് അഷ്വർ ചെയ്യുക. ന്യൂറോണിന്റെ റീസൈക്ലിംഗ് അത് ആവശ്യമാണ്. അതുപോലെ ഹെൽത്തി ഡയറ്റ്, ഹൃദയത്തിനും തലച്ചോറിനും ശരീരത്തിനും എല്ലാം പറ്റിയ ആഹാര ക്രമീകരണങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ മെന്റൽ സ്റ്റിമുലേഷൻ, കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഗെയിം അതുപോലുള്ള ആക്ടിവിറ്റീസിൽ പോകുക, ആളുകളുമായിട്ട് സംവേദിക്കുക, പരസ്യ ചർച്ചകളിൽ ഏർപ്പെടുക. അതുപോലെ സ്ട്രെസ് റിഡക്ഷൻ, സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുക. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ബാഡ് ഹാബിറ്റ്സ് മാറ്റുക. സ്മോക്കിംഗ്, ഡ്രഗ്സ്, മദ്യപാനം, അതുപോലെ തന്നെ ബ്രെയിൻ സെൽസിനെ കബളിപ്പിക്കുന്ന പലതരത്തിലുള്ള സൂത്രവിദ്യകളൊക്കെ മാറ്റി ഒരു യഥാർത്ഥത്തിലുള്ള മനുഷ്യരായി മാറുക. നമ്മുടെ സംസാരിച്ച സാറ് നല്ലൊരു ഗായകനാണെന്ന് നമുക്ക് മനസ്സിലായി കാണും. അതേപോലെ നല്ല ഒരു സ്റ്റോറി ടെല്ലറുമാണ്. ജോസഫ് ജോൺ സാറിനെ ഞാൻ ഏറ്റവും അധികം അഭിനന്ദിക്കുന്നു. ഇതുപോലെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം വളരെ മനോഹരമായി കഥയുടെയും പാട്ടിൻ്റെയും എല്ലാം മേമ്പടിയോടുകൂടി അവതരിപ്പിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. സാറിന്റെ ഡെസിഗ്നേഷൻ സാർ എന്തായിരുന്നു എന്ന് കൂടെ ഒന്ന് പറയാം. അഡ്മിറ്റ് ചെയ്യും. ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആയിരുന്നു. കുലനാൻ സാർ അറിയാം. അല്ല, ജനറലായിട്ട് എന്തായിരുന്നു, എവിടെയായിരുന്നു? ഞാൻ എറണാകുളം മൈനർ ഇറിഗേഷൻ സർക്കിളിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആയിട്ട് റിട്ടയർ ചെയ്തു. 32 കൊല്ലത്തെ സർവീസ് ഉണ്ട്. പാലക്കാടാണ് തുടക്കം. പാലക്കാട്, ഇടുക്കി, മൂവാറ്റുപുഴ, എറണാകുളം, കോഴിക്കോട് ഇതോടെയൊക്കെ സഞ്ചരിച്ചു. ഓക്കെ, താങ്ക് യു ജോസഫ് ജോൺ സാർ. ന്യൂ ഇയറിൽ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു അവയർനെസ് ആണ് സാർ നമുക്ക് നൽകിയത്. നമുക്ക് സംവേദിക്കാം, അഡ്മിറ്റ് ചെയ്യാം, സംസാരിക്കാം. തിരക്കുള്ളവർ ആദ്യം സംസാരിച്ചോളൂ. ലേനാൻ സാർ കേൾക്കാമോ? ജ്യോതികുമാർ സാർ, അബ്ദുൾ റഹീം സാർ, അഡ്മിറ്റ് ചെയ്ത് സംസാരിച്ചോളൂ. ജോസഫ് സാർ, ഞാൻ തന്നെ ആദ്യം സംസാരിക്കാം. എന്നെ കേൾക്കുന്നുണ്ടോ സാർ? യെസ്, കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ സാറെ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. യെസ്, കേൾക്കാം, പറഞ്ഞോളൂ. ഈ ഓർമ്മയുടെ യെസ് സാർ, ഓർമ്മകളെ കുറിച്ചും അതിന്റെ ഒരു ഇല്ലായ്മയുടെ ദുരന്തത്തെ കുറിച്ചുമാണ് സാർ ഇന്ന് ഒരു പുതുവത്സരത്തിന്റെ 2ാം ദിനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ പറയുമ്പോ എനിക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഓർമ്മശകലങ്ങളാണെന്ന് ഒരുപക്ഷെ ദുഃഖത്തോടു കൂടി പറയാം. അബു സാറിന്റെ പേര് പലപ്പോഴും മറന്നു. കാണുകയും സംവേദിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന് കിട്ടാതെ, എന്റെ ഗുരുനാഥന്റെ ജയൻ നമ്പൂതിരി സാറിന്റെ പേര് പെട്ടെന്ന് മറന്നുപോകും.
ഞാനൊരു പുതിയ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ഇറങ്ങേണ്ട സ്ഥലത്തിന്റെ പേര് കയ്യില് മഷിപ്പേൻ വേണ്ടി. ഞാനിത് എന്നെ കുറിച്ച് പറയുമ്പോൾ സത്യത്തിൽ ചെറിയ ഭീതിയോടുകൂടിയാണ് ഞാനിത് പറയുന്നത്. സെൽഫ് ഐഡന്റിറ്റി നഷ്ടമാകുന്ന ഒരു മഹാവിപത്താണ് ഈ ഡൈമെൻഷ്യ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാത്ത അവസ്ഥ പരിതാപകരമാണ് സർ. മനുഷ്യനോട് തന്നെ സംസാരിക്കാൻ അവന് തോന്നുന്നതല്ലാതെ അവർക്ക് തോന്നേണ്ടത് പറയാനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ദുഃഖകരമാണ്. ജോസഫ് സാർ ആ സിനിമയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സത്യത്തിൽ എൻ്റെ കണ്ണില് രണ്ടിറ്റ് കണ്ണീര് വരികയാണ് ചെയ്തത്. അത് മനുഷ്യാവസ്ഥയാണ്. എന്തായാലും ഒത്തിരി നന്ദിയുണ്ട് സാർ, ഇങ്ങനെ ഒരു വിഷയം ഈ ഒരു രൂപത്തിൽ ഞങ്ങളുടെ മുൻപിൽ എത്തിച്ചതിന്. പ്രത്യേകിച്ച് സാബു സാറിനും അതിൽ നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു അസുഖം വരാതിരിക്കട്ടെ എന്നതിനോടെ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി സർ, നന്ദി, ഒത്തിരി നന്ദി. സാബു സാറേ, ഹലോ സാർ. പറയൂ സാർ. ഞാൻ അൻസാരി. ഈ ഡിമെൻഷ്യയുടെ ഇതിന്റെ അൾസിമേഴ്സിന്റെ ഇവിടെ ഒരു പിന്നെ ലയൺസ് ക്ലബിന്റെ ഒരു ഇതുണ്ട്, ഒരു സ്ഥാപനം തന്നെ ഉണ്ട് ഇതിനു വേണ്ടി. അപ്പൊ അവരുടെ ഞാൻ നേരത്തെ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. അവര് കുറേ ട്രെയിനിങ് തന്നു. അതിൽ പ്രധാനമായിട്ട് അവർ പറഞ്ഞത് മൊത്തം ആ ഡിമെൻഷ്യ പേഷ്യൻസിനെ സംരക്ഷിക്കുന്ന ട്രെയിനിങ് മൊത്തം കൊടുക്കേണ്ടത്, അല്ലാതെ അവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ അവർക്ക് ആ ഓർമ്മ നിലനിർത്തുന്നതിനോ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതിനും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഒത്തിരി ടെക്നിക്ക്, അതായത് ഇത്തിരി കൂടിയ എന്ത് ചെയ്യാൻ പറ്റും, തുടക്കത്തിലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കുറേ ട്രെയിനിങ്ങുകൾ ഞാൻ നേരത്തെ വർഷങ്ങളായി അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പൊ കുറെ കാര്യങ്ങൾ എൻ്റെ അമ്മയ്ക്കും വന്നിരുന്നു. അതും എനിക്ക് അറിഞ്ഞൂടായിരുന്നു, ഞങ്ങൾക്ക് അറിയത്തില്ല. നമ്മൾ വിചാരിച്ച് ഇങ്ങനെ അനങ്ങാതിരിക്കുന്നതെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഒരു ദിവസം വീട്ടിന്റെ ജസ്റ്റ് പുറത്തിറങ്ങിയിട്ട് ആ റോഡിൽ നിന്ന് വീട് ഏതാന്ന് ചോദിച്ചു ആളുകളുടെ അടുത്ത്. അങ്ങനെ ഒരാൾ പിടിച്ചോണ്ട് വന്ന് ഇതിൽ തൊട്ടടുത്ത വീട്. അപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഉള്ള ഇതാണെന്ന്. അതങ്ങനെ അതിൽ പിന്നെ നമ്മള് പിന്നെ പുറത്തോട്ടൊക്കെ പോവാണെങ്കിൽ ആ വീട് അടച്ചിട്ട് പൂട്ടിയിട്ടാണ് പോകുന്നത്. കാരണം ഇറങ്ങിപ്പോയി കളഞ്ഞാൽ പിന്നെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളുടെ വൈഫിന്റെ ഒരു റിലേഷനിൽപ്പെട്ട ഒരാള് അൽസമേഴ്സ് ഉണ്ടായിരുന്നു, ഇറങ്ങിപ്പോയിട്ട് പിന്നെ ഇന്ന് വരെ കണ്ടിട്ടില്ല. 10-20 വർഷം വരെ ആയി. എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യത്തിൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. പിന്നെ ഈ സാറ് പറഞ്ഞ ടെക്നിക്കുകളൊക്കെ വെക്കുകയാണെങ്കിൽ ഇത്തിരി നീട്ടാം നമുക്ക്. എക്സസൈസും ഫുഡും പിന്നെ സിഗരറ്റ് വലിയുള്ളവർക്ക് ഭയങ്കരമായിട്ട് വരുമെന്നാ പറഞ്ഞു. അങ്ങനെയുള്ള കുറെ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അധികം വരാതിരിക്കാം. അത് ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുക, എല്ലാം എപ്പോഴും ഇൻവോൾവ് ചെയ്ത പുതിയ ന്യൂറോൺസ് കണക്ഷൻസ് വരുമെന്നാണ് പറയുന്നത്. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറ്. ഇത് അറേഞ്ച് ചെയ്തത് വളരെ ഇൻഫോർമേറ്റീവ് ആണ്. വന്ന് കേട്ടവർക്കെല്ലാം പ്രയോജനപ്പെടും. താങ്ക് യു സാർ. എന്താ പറയുക, നല്ല ഒരു ക്ലാസ് ഭംഗിയായിട്ടാണ് ജോസഫ് ജോൺ സാർ അവതരിപ്പിച്ചത്. വളരെ കൂളായി, എന്താ പറയാ, സംയമനത്തോടു കൂടി എന്ന് പറയില്ല, നമ്മൾ 1 by 1 ആയിട്ട് സ്റ്റേജ് ബൈ സ്റ്റേജ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. വളരെ നന്നായി. അതിലെനിക്ക് വളരെ ധാരാളം ഉദാഹരണങ്ങൾ നമ്മളെ കുടുംബത്തിലൊക്കെ പലരെയും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ കാര്യകാരണത്തെ പറ്റിയൊന്നും അറിയുന്നില്ല. നമ്മൾ അൻസാരി സാർ പറഞ്ഞ പോലെ എൻ്റെ തൊട്ടടുത്ത വീട്ടിലൊരു അങ്കിൾ ഇതുപോലെ അവരുടെ ഭാര്യ അവരേ ഉള്ളൂ. പെട്ടെന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി കഴിഞ്ഞു. റോഡിലങ്ങ് ഇറങ്ങിയപ്പോൾ അവരെ ഭാര്യ എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു, ഇതാ പോയി ഒന്ന് പിടിച്ചു കൊണ്ടുവരും. പിടിച്ച് ബനിയൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ പോയി വിളിച്ചപ്പോൾ എന്താ പറഞ്ഞറിയോ, ഒരു കാരണവുമില്ല, കട്ടിലിനടിയിൽ നായക്കുട്ടികൾ. പിന്നെ ഞാൻ എങ്ങനെ കിടക്കും? അപ്പൊ ഞാൻ വരൂ നമുക്ക് ശരിയാക്കാം. ഇല്ലില്ല, ഞാൻ അവളോട് പറഞ്ഞിട്ട് ആ നായ്ക്കുട്ടികളെ പോകുന്നില്ല, അത് പോവാതെ ഞാൻ വരില്ല. അവസാനം ചോദിച്ചു ഞാൻ, എനിക്ക് സംശയമായി നായ്ക്കുട്ടികളൊക്കെ അവിടെ ഉണ്ടോ.
ഏത് നായിക്കോട്ടെ എന്ത് നായിക്കോട്ടെ, അവിടെ നായുമില്ല പൂച്ചയുമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ കൃത്യമായിട്ട് ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ അൻസാരി സാറ് പറഞ്ഞ പോലെ ഒരാൾ മിസ്സിംഗ് എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ എൻ്റെ ഒരു കസിൻ തന്നെ, അദ്ദേഹം ഇതേപോലെ പെട്ടെന്ന് പോയിട്ട് ട്രെയിൻ കയറി ട്രെയിനിൽ ഇരുന്നപ്പോൾ വൈഫ് ടീച്ചറായിരുന്നു. ആ ടീച്ചറെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ടീച്ചർ കണ്ടിട്ട് മാഡത്തെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഉണ്ടല്ലോ, ഇതാ എവിടേക്കാ ചോദിച്ചു പറഞ്ഞു, ഏതോ ഒരു സ്ഥലം പറഞ്ഞു. അപ്പോഴാണ് മിസ്സിംഗ് ആണ്, രാവിലെ മുതൽ ഇവർ തേടിക്കൊണ്ടിരിക്കുക, വൈകുന്നേരം ട്രെയിനിൽ എവിടെയോ പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് അനുഭവങ്ങളുണ്ട്. പക്ഷേ ഉപാധികളില്ലാത്ത സ്നേഹം, അതിന് നല്ലൊരു ഉദാഹരണം സാറാ പറഞ്ഞത്. ഓ, എനിക്ക് അവളെ അറിയാലോ. സാധാരണഗതിയിൽ സ്ഥിരം പറയാറുള്ളതാ ഉപാധികളില്ലാത്ത സ്നേഹം. അതിനൊരു എക്സാമ്പിൾ പറയാൻ ഞാൻ പലപ്പോഴും പ്രയാസപ്പെടാറുണ്ട്. ഇതത്ര അതിഗംഭീരമാണ്. എനിക്ക് അവളെ അറിയാം, അത് മതി എന്നുള്ള ആ ഒരു ഭയങ്കര അതെനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. ബാക്കി എല്ലാം തന്നെ വളരെ നല്ലതാണ്. ഇപ്പൊ ജാനകി അമ്മ ഭാസ്കരൻ മാഷെ പോയി കണ്ടിട്ടേ ഭാസ്കരൻ സാറിന് മനസ്സിലാവാതെ ജാനകി അമ്മക്ക് കരയുന്നുണ്ട്. അത് ശരിക്കും ഞാൻ കണ്ടതാ. അതൊരു വീഡിയോയിൽ ആരോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും ഓർമ്മയില്ലാതായിപ്പോയി. പാവം, എത്ര കാലം കൈകോർത്ത് ജീവിച്ചവർ തമ്മിൽ ആര് എന്ത് എന്ന് ചോദിക്കുന്നത് ഉണ്ടാകുന്ന ഒരു പ്രയാസം വല്ലാതെ അവരെ അനുഭവിച്ചത് ഭയങ്കരമായിരുന്നു. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു സർ. ഞാൻ സാബു സാറിനുമാണ് ഇതിന്റെ ഒരു ക്രെഡിറ്റ് ഉള്ളത്. കാരണം ഇത്തരത്തിലുള്ള നല്ല നല്ല പുതിയ അതേ സമയത്ത് സാറ് ചോദിച്ചില്ലേ കുറച്ച് ചോദ്യങ്ങൾ നമ്മളോട്, ഒരാൾക്കും ഒരു ഉത്തരവും ഈ അൽഷിമേഴ്സിനെ പറ്റിയോ ഡിമെൻഷനെ പറ്റിയോ പറയാൻ അറിഞ്ഞില്ല. സെപ്റ്റംബർ ആണ് അങ്ങനെ ഒരു മാസം, 21st ആണ് അതിൻ്റെ ഒരു ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് എന്നുള്ളത്, അനുവർത്തിക്കുന്നത് എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന ഒരാളിനും പറയാൻ സാധിച്ചില്ല. പലരും പല മാസങ്ങളെ പറ്റി പറഞ്ഞെങ്കിലും. അപ്പം അങ്ങനെ ഒരു അവയർനെസ്, വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ. പക്ഷെ ഞങ്ങൾക്കൊക്കെ അറിയാതായിപ്പോ എന്താണെന്നറിയോ സാർ, ഞങ്ങളെല്ലാം കൊച്ചു കുഞ്ഞുങ്ങളാണ്, അതുകൊണ്ടാണ്. സാബു സാറിനും അതിൻ്റെ ഒരു താങ്ക്സ് പറയുന്നു. സാറിനും നല്ലൊരു ക്ലാസ്. താങ്ക് യു സർ, താങ്ക് യു. വളരെ ഇൻഫോർമേറ്റീവ്. അഡ്മിറ്റ് ചെയ്തോളൂ. സുഹ്റ ബാനു ഡോക്ടർ ഇടയ്ക്കൊന്ന് ഹാൻഡ് റൈസ് ചെയ്തിരുന്നല്ലോ. അഡ്മിറ്റ് ചെയ്തോളൂ. ഞാൻ മൊബൈലിലാണ്, എനിക്ക് കാരണം എല്ലാവരും. ജോർജ് സാർ പറയും. സാറേ, വലിയ സന്തോഷമുണ്ട്. ജോസഫ് ജോൺ സാറിന്റെ ക്ലാസ് കേട്ടിട്ട് കുറച്ച് നാളായി. ഞാനിങ്ങനെ കണ്ടപ്പോ വലിയ സന്തോഷം തോന്നി. എന്റെ ഗുരുനാഥൻ കൂടിയാണ്. സാറിന്റെ എന്താ പറയുക, പ്രസന്റേഷൻ സ്റ്റൈലുണ്ടല്ലോ, ഗദ്യവും പദ്യവും സംയോജിതമായി കലർത്തിയുള്ള പ്രയോഗം ആകർഷകമാണ്. അതിലുപരി സംസാർ സൂചിപ്പിച്ചതുപോലെ കാലോചിതം, സന്ദർഭോചിതമാണ്. ഇന്നത്തെ തലമുറയ്ക്ക് പ്രത്യേകിച്ച് ആ ഫുഡ് ഹാബിറ്റില് വരുന്ന ഒരു തിരുത്തലിന്, പിന്നെ തിരുത്താൻ നേരമില്ലല്ലോ എന്ന് പറയുന്നവരാണ് ഇപ്പോൾ നമ്മളൊക്കെ. പക്ഷെ അവർക്ക് ഇനി അവസരമുണ്ട്, അവരാരും കേൾക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ ഒരു സാഹചര്യമാണ്. എന്താ ചെയ്യുക? എന്തായാലും സാറേ, വലിയ സന്തോഷം. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഒത്തിരി ഉപകാരപ്പെടും സമൂഹത്തിന്. എന്തായാലും യൂട്യൂബിൽ ഉണ്ടല്ലോ, അത് ഫലപ്പെടും, യാതൊരു സംശയമില്ല. സാർ വളരെ സന്തോഷം. ഹാപ്പി ന്യൂ ഇയർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. അബ്ദുൾ റഹീം സാർ, ഇന്ദിര മാം, ബിബി മാം. ഗുഡ് ഈവനിങ് സാബു സാർ, ഞാൻ സംസാരിച്ചോട്ടെ? പറയൂ. ഓക്കെ, എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. അപ്പോ ജോസഫ് സാർ, ഞാന് സാറിന്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഞാൻ ഡിമെൻഷ്യയുടെ ക്ലാസ് അവയർനെസ് പ്രോഗ്രാംസ് ഒത്തിരി കൊടുക്കുന്ന ആളാണ്. സാറിന് എന്നെ അറിയാതിരിക്കും, എന്റെ പേര് ബിബി എന്നാണ്. നമ്മൾ ഉദ്ബോധിലുള്ള ആളാണ്. ജോസഫ് സാറിന് അറിയാതിരിക്കും അല്ലേ? ഓക്കെ. സാറിന് ക്ലാസ്, സാറിന് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കേട്ട് എനിക്കറിയാം. സോ അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ സെഷൻ അറ്റൻഡ് ചെയ്യാൻ വന്ന്. അപ്പൊ ഞാനൊരു ഇൻഫർമേഷൻ കൂടെ പറയാനായിട്ടാണ് സാർ. ഞാൻ പറഞ്ഞോട്ടെ? നമ്മുടെ ഉദ്ബോധിന്റെ ആയിട്ട് ഇപ്പം നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരള അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ പ്രൊജക്ട് കേരളം മൊത്തം. അപ്പൊ അതിന്റെ അപ്രൂവല് കിട്ടിയിട്ടുണ്ട് ഗവൺമെന്റിൽ നിന്ന്. അപ്പൊ കുസാറ്റ് ന്യൂറോ സയൻസിന്റെ ആഭിമുഖ്യത്തില്
ഡിമെൻഷ്യ എന്ന് സംശയിക്കുന്നവർക്കും ഡിമെൻഷ്യ ആയിട്ടുള്ള ഡയഗ്നോസ് ചെയ്തവർക്കും അവരുടെ കെയർ ഗിവേഴ്സിനും വേണ്ടിയിട്ടായിട്ടുള്ള ഒരു കെയർ ഹോം നമ്മളുടെ ഇവിടെ ഈ PJ ആന്റണി ഹാളില് കലൂര് കഴിഞ്ഞിട്ട് കുറച്ചങ്ങ് പോകണം. സ്ഥലത്തിന്റെ എക്സാക്ട് പേര് എനിക്ക് എത്തില്ല. അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താ ഈ രീതിയിലുള്ള ഡിമെൻഷ്യ ബാധിതർക്കായിട്ടുള്ള ഏത് തരത്തിലുള്ള സേവനവും അവിടെ ലഭ്യമാണ്. ഞാൻ ആ കെയർ ഗിവേഴ്സ് അതിലൊരാളാണ് ഞാന്. അപ്പൊ ഞങ്ങള് ഡിമെൻഷ്യ അംബാസിഡർ ആയിട്ട് അന്ന് നമ്മളെ പ്രഖ്യാപിച്ചത് അതിൽ ഒരാള് ഞാനായിരുന്നു. 4 പേർക്ക് അന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നു. നമ്മൾക്ക് ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു ഇത് കൊടുക്കുന്ന 4 പേർക്കാണ്. അതിലൊരാള് ഞാനാണ്. അപ്പം നമുക്ക് ഏത് തരത്തിലുള്ള ഒരു ഡിമെൻഷ്യ പ്രോബ്ലവും പ്രശ്നങ്ങളുള്ളതും അവരുടെ ഫാമിലിക്കോ കെയർ ഗിവേഴ്സിനോ നമുക്ക് വേണമെങ്കിൽ സമീപിക്കാവുന്നതാണ്. അപ്പൊ അത് കുസാറ്റ് ന്യൂറോ സയൻസിന്റെ ആഭിമുഖ്യത്തിലുള്ളതാണ് ഈ സെന്റർ. അപ്പൊ അക്കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്പർ കൂടി പറഞ്ഞോളൂ. നമ്പർ 86 86 06 06 39 39 66 66 30. 30. ആവശ്യമുള്ളവര് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഒന്നുകൂടി മാഡം പറയും. 86 06 39 66 30. ആർക്കെങ്കിലും നമ്മുടെ പരിചയത്തിലോ അയൽവക്കത്തോ ബന്ധത്തിലോ ഒക്കെ ഉള്ളവർക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒത്തിരി സൗകര്യങ്ങൾ ഉദ്ബോധിന്റെ ആഭിമുഖ്യത്തിൽ ചെയ്യുന്നുണ്ട്. കെയർ ഹോം, അതുപോലെ തന്നെ പകൽ വീട് അങ്ങനെയുള്ള സംവിധാനങ്ങൾ എറണാകുളത്ത് ചെയ്യുന്നുണ്ട്. ഇതൊരു സംസ്ഥാന വൈസ് പ്രോജക്റ്റായിട്ട് നടപ്പിലാക്കുകയും ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊരു അപകടത്തെ തുടർന്ന് 2 മാസത്തിലധികമായി റെസ്റ്റിലാണ്. അതുകൊണ്ടാണ് ഉദ്ബോധന്റെ പരിപാടികളിലൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാഞ്ഞതെന്നും ബിബി മാഡത്തോട് ഞാൻ പറയുകയാണ്. യെസ് സർ, നമുക്കൊരു മന്ത്ലി മീറ്റിംഗ് ഉണ്ട്. ഈ ഡിമെൻഷ്യ ബാധിതരും അവരുടെ കെയർ ഗിവേഴ്സുമായിട്ട് ഒരു മന്ത്ലി മീറ്റിംഗ്, ഓൺലൈൻ മീറ്റിംഗ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ളപ്പോ സാറിനെ അറിയിക്കാം. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. സാറ് പോയോ? കുലകരൻ സാറിനോട് ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ മറവി എന്ന് പറയുന്നത് ഏജിങ്ങിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും അതിനെ ബോധപൂർവം, ഇപ്പൊ നമുക്ക് അതിനെ തരണം ചെയ്യാവുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ. വായിച്ച് മനസ്സിലാക്കുന്ന സാറ് പഠിക്കുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സാറിന് അത് മാനേജ് ചെയ്ത് പോകാൻ സാധിക്കും. എപ്പോഴും ഇങ്ങനെ എനിക്ക് പറ്റില്ല, എനിക്ക് മറവിയുണ്ട്, ഞാൻ അത് മറക്കുന്നു എന്നുള്ളൊരു ചിന്ത മനസ്സിൽ നിന്ന് കളയാം. അത് മറവി ഒരു നമ്മുടെ ലൈഫിന്റെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ബോധപൂർവം നമ്മൾ അതിനെ നേരിടുക, അല്ലെങ്കിൽ അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അക്സെപ്റ്റ് ചെയ്യുക ആദ്യം. ഓക്കെ, താങ്ക് യു. ജോർജ് സാർ, വേറെ ആരെങ്കിലും ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്യാം. ഹഫ്സ, ഡെയ്സി, ഇന്ദിര മാം. സാറേ, ഇപ്പൊ പറഞ്ഞ നമ്പർ ആരുടെ, ആ അസോസിയേഷന്റെ ആണോ അതോ മാഡത്തിന്റെ നമ്പറാണോ? മാഡത്തിന്റെ നമ്പറാണ്. അദ്ദേഹം കോണ്ടാക്ട് ചെയ്താൽ മതി. ഒന്ന് നമ്പർ കൂടെ പറ സാർ, ഞാൻ ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുക. ഞാൻ പറയാം. 860 639 639 ബിബി എന്നാണ് പേര്. ബിബി. ഫിബിയോ? ബിബി, BIBY. ഓക്കെ. ബിബി നമ്മുടെ പോസിറ്റീവ് ക്ലാസ് എടുക്കുന്ന ടോക്സിലെ ക്ലാസ് ബിബിയുടെ. അൻസാരി സാർ, ഞാൻ ബിബിയാണ്. ഞാൻ സെഷനൊക്കെ എടുക്കുന്നതാണ് പോസിറ്റീവ് കമ്മോണി വന്നിട്ട് ഇടയ്ക്ക്. എനിക്ക് സാറിനെ അറിയാം. വീഡിയോയിൽ വരാൻ വരാൻ പറ്റുമ്പോ വന്നാ മതി. എക്സ്പേർട്ട് ആയിട്ട് ക്ലാസ് എടുക്കുന്ന. അറിയാം. പിന്നെ അവിടെ 2-3 കാര്യം ഇതിന്റെ ക്ലാസ് എടുത്തത് അറിയാം. നമ്മുടെ പ്ലാറ്റ്ഫോം 6:30 സെക്ഷൻ ഒക്കെ എടുത്തതാ ഇല്ലയോ? എടുത്താ സാർ, എടുത്തതാ. 2-3 പ്രാവശ്യം എടുത്തു. ഓക്കെ, 3 പ്രാവശ്യം എടുത്തായിരുന്നു. ശരിയാ, മനസ്സിലായി കേട്ടോ. ഇനിയും ഓക്കെ സാർ. എനിക്ക് ബാധിച്ചിട്ടില്ല.
സാർ ഈ അല്ല, പറഞ്ഞ പോലെ നമുക്ക് 5:30 നടക്കാൻ പോകുന്ന ആളാന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ സംശയം ശരിയാണോ എന്നറിയില്ല, അല്ലേ? രാവിലെ എണീറ്റ് നടക്കാൻ. അതെ അതെ. സമയപരിമിതി കൊണ്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞില്ല. ഈ ഉദ്ബോധന അവർക്ക് നന്നായിട്ട് എടുത്തു സാർ, ജോസഫ് സാർ പരാമർശിക്കണമെന്ന് നന്നായിട്ട്. വിചാരിച്ചതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ തന്നെ എത്രയോ മഹാന്മാര്, സാറിന്റെ എത്രയോ ക്ലാസ് ആൾക്കാര് അത്യാവശ്യം അവയർനെസ് ഉണ്ടാക്കിയില്ലായിരുന്നു. ഓക്കെ, ഒരു 100 വയസ്സും അതിലപ്പുറം ഉള്ള ഒരു സാധാരണ ഓർമ്മയോടുകൂടി നമുക്ക് MK സാനു മാഷുണ്ട്, ഈ ശ്രീധരൻ അദ്ദേഹമുണ്ട്. ഇവരൊക്കെ എത്രയോ 90കൾ പിന്നിട്ടവരാണ്. അപ്പൊ അവരും ആ ഒരു ലൈഫ് സ്റ്റൈലിൽ കൊണ്ടായിരിക്കാം, സാർ അവരുടെ നല്ല മനസാന്നിധ്യം വായന കൊണ്ടായിരിക്കാം. ഉണ്ട്. എന്റെ ഫാദർ 94 വരെ ഉണ്ടായിരുന്നു, ഒരു വായനയുണ്ട്. ഓർമ്മയില്ല. ഇപ്പൊ എന്റെ ഫാദറിലോ ഉണ്ട് 100 ആയി, അതുകൊണ്ട് 2 മാസം ഒരു ഓർമ്മ പക്ഷേ ഇല്ല. പക്ഷെ രണ്ടുപേരും ഭയങ്കര റീഡിങ്ങുകാരായിരുന്നു. എന്റെ ഫാദർ വരയ്ക്കുകയും ചെയ്യുമായിരുന്നു. ആർട്ടിസ്റ്റിക് ക്രിയേറ്റിവിറ്റി വളരെ കൂടുതലുള്ള ഒരാളെ. ഒരു ഓർമ്മയ്ക്കും ഇപ്പോൾ ഒരു പ്രശ്നമില്ല. ക്രിയേറ്റീവ് ആകുക എന്നുള്ളത് തന്നെയാണ് അർത്ഥം. ക്രിയേറ്റീവ്. അപ്പൊ സാറൊക്കെ ചെയ്യുന്ന അതല്ലേ? എന്താ ക്ലാസ് എടുക്കുന്നത്? എത്ര ക്ലാസ്? ഇത് ഒരു 15 വർഷത്തോളം ഒളിഞ്ഞു കിടക്കും എന്നുള്ളതാണ് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ കൂടെ പറ്റില്ലാതെ. അതാണ് ഇതിന്റെ ഒരു ഏറ്റവും ഒരു വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്നാ പറയുന്നത്. നമുക്ക് പുറത്തേക്ക് ഒരു എന്താ പറയുന്ന ഒരു സിംറ്റംസ് ഒന്നും കിട്ടില്ല. ആഫ്റ്റർ 15 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ. ഇവിടെ പിന്നെ ഈ ലയൺസ് ക്ലബിന്റെ ഇവിടെ ഉള്ളതില് അവര് മാസത്തിൽ ഒരു ദിവസം പോയി നമ്മള് പിന്നെ സർവീസ് ചെയ്യണമെന്ന്. അതെനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അതില് നിർത്തിക്കളഞ്ഞത്. അവിടെ പോകുമ്പോ എന്റെ ഒരു പിന്നെ ISROയിലത്തെ ചീഫ് എഞ്ചിനീയർ, സീനിയർ എഞ്ചിനീയർ ആയിരുന്ന ആളവിടെ കിടപ്പുണ്ട്. അങ്ങനെ മോനും ISROയിൽ ഇപ്പൊ എഞ്ചിനീയർ ആയിരുന്നു. അങ്ങനെ ഭാര്യയും മക്കളെയും ഒന്നും ആരെയും തിരിച്ചറിഞ്ഞൂടാ, കംപ്ലീറ്റ്ലി ഓഫാണ്. അതുപോലെ വേറെ ഒരു മാഡം അവിടെ കിടന്നു, എന്നെ കണ്ടോടനെ വാ സാറ്, നമ്മള് പിന്നെ സാർ ഇപ്പോഴും DO ഓഫീസിൽ തന്നെ ആണെന്നോ, DO പിന്നെ ഏത് DO ഇല്ലാന്നൊക്കെ ചോദിച്ചു. അവര് ഡയറക്ടർ ആയിരുന്നു ഇതിന്റെ. അപ്പൊ ഭയങ്കര ഇതാണ് ചിലര്. അതുകൊണ്ട് അപ്പൊ അവിടെ അവര് ട്രെയിനിങ് കൂടെ ഇങ്ങനെ തരുമായിരുന്നു. ഡിമെൻഷ്യ ആയിട്ട് ബന്ധപ്പെട്ട ആ വീക്കില്, ഡിമെൻഷ്യ വീക്ക് പോലെ ഒരാഴ്ച കെയർ ഗീവേഴ്സിനെയൊക്കെ ഉദ്ദേശിച്ചിട്ടും അവരെ സംരക്ഷിക്കുന്നവരെ ഉദ്ദേശിച്ചിട്ടൊക്കെ. അപ്പൊ അത് ഞാൻ പോയി അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഞാൻ ഇങ്ങനെ വെറുതെ തിരുവനന്തപുരം സിറ്റിയിലായതുകൊണ്ട് ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകളൊക്കെ പോയി അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ കുറെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ആരാന്ന് ചോദിക്കാൻ പാടില്ല എന്നുള്ള അവര് ഊന്നി പറഞ്ഞതാ. ഞാൻ അൻസാരി എന്ന് പറഞ്ഞങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അല്ലാതെ അവർക്ക് ടെൻഷൻ കൊടുക്കരുതെന്നാണ് പറയുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങള് വീട്ടിലുള്ളവർ ചെയ്യേണ്ടിയത്. പിന്നെ ഡോറിൽ പടം വരച്ച് വെച്ചിട്ട് ബാത്റൂം ഏതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. കുറച്ചൊക്കെ മറന്നു, കുറച്ചൊക്കെ ഓർമ്മയുണ്ട്. എനിക്ക് ഒരു സജഷൻ ഉള്ളത്, ഇപ്പോ ഈ കെയർ ഗിവിങ് വളരെ പ്രശ്നമായിട്ടുള്ള ഒരു വിഷയമാണ്, വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഈ ഡിമെൻഷ്യയെ സംബന്ധിച്ച് പറയുമ്പോൾ. ഇപ്പൊ കെയർ ഗിവിങ്ങിനെ കുറിച്ച് കെയർ ഗിവേഴ്സ് അറിയേണ്ട കാര്യങ്ങൾ, അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊരു ക്ലാസ് ഉണ്ടാവുന്നത് നല്ലതായിരിക്കും എന്ന് സാബു സാറിനെ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും അത് നല്ല കെയർ ഗിവേഴ്സ് ചെയ്യും. ശരിക്കും രോഗിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കെയർ ഗിവേഴ്സ് എത്രമാത്രം പേഷ്യൻ്റ് ആകുന്നു, എത്രമാത്രം ഇന്റലിജന്റ് ആകുന്നു, അത്രമാത്രം സർവൈവ് ചെയ്യാനുള്ള മുന്നോട്ടുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും അതെ, അവരെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യം. എന്റെ മദറിന് ഇങ്ങനെയായിരുന്നു, എന്നെ അറിയാമോ എന്ന് ചോദിക്കരുത്. ഒരാൾ ഗസ്റ്റ് വന്നിട്ട് എന്റെ പേര് പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരി പെട്ടെന്ന് വയലില്ല. പുള്ളിക്കാരി റൂമിൽ കയറി ഒരു ഫ്ലാറ്റിൽ ചെന്ന് റൂമിൽ കയറിയിട്ട് വാതിൽ മണിക്കൂറുകളെടുത്ത് പുറത്തു വരാൻ. വാതിൽ അടച്ച് ലോക്ക് ചെയ്തെങ്കിൽ ഇരുന്നു, പിന്നെ ഇറങ്ങി വരത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞു മിണ്ടണ്ട, തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി വരും. അതുപോലെ ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ പതുക്കെ ഇറങ്ങി വന്നു. എന്റെ ഏറ്റവും ഇളയ സിസ്റ്ററിനെയും അതിന്റെ മൂത്ത ഇതിനെയും എന്റെ അമ്മയ്ക്ക് ഓർമ്മയില്ല. അത് എഞ്ചിനീയറാ. എന്നിട്ട് ആ കൊച്ചു പറയുന്നത് എന്റെ അടുത്ത് സ്നേഹം ഇല്ലാത്തത് കൊണ്ട് മറന്നതായിട്ട് പറയാന്ന് പറഞ്ഞു. അത് നിലവിളിയും കരച്ചിട്ടും. ആ കൊച്ചു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്നു. അപ്പൊ ഞങ്ങള് പറഞ്ഞു ഇത് പ്രശ്നമാണ്, എന്ത് ചെയ്യാൻ. അപ്പം പിന്നെ എന്നെയൊക്കെ ഓർമ്മയുണ്ട്, എന്നെയെല്ലാം ഓർമ്മയുണ്ട് നല്ലതുപോലെ.
ഒന്നാമത് ഞാൻ ഇവിടെ എപ്പോഴും എന്നെ കാണുന്നതാ ഡെയിലി. ഒന്ന്. രണ്ടാമത് അത് പിന്നെ എറണാകുളത്താണ്, അത് വല്ലപ്പോഴുമാണ് വരുന്നത്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണല്ലോ മറക്കുന്നത്. ഇതില് ഒരു ഐഡന്റിഫിക്കേഷൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് കൂടുതൽ പേരിലും മറക്കുന്നത്. അങ്ങനെ നിലവിളിയും കരച്ചിലും ബഹളവും തന്നെ ആകപ്പാടെ. എൻ്റെ അടുത്ത് സ്നേഹം ഇല്ലാത്തത് കൊണ്ട് ഇതാന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അവര് പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട് സാറേ. അതുപോലെ അധികം നാൾ ജീവിക്കത്തില്ലെന്നാ പറഞ്ഞ. ഈ ആഹാരം ഒന്നും കഴിക്കാതെ ദാഹം ഉണ്ടെങ്കിൽ ദാഹം ചോദിക്കാനും അതിന് ഇതിനൊക്കെ അറിയാത്തത് കൊണ്ട് കൂടുതൽ നാള് ജീവിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു അവിടെ. പൊതുവെ അസുഖങ്ങൾ കുറവായിരിക്കും. അസുഖങ്ങളെ തീരെ കുറവായിരിക്കും. വലിയ പ്രശ്നങ്ങൾ വരാറില്ല. അല്ല, അസുഖങ്ങൾ പറയാ അറിയുന്നൂടല്ലോ, ഓർമ്മയില്ലല്ലോ. അവർക്ക് അങ്ങനെ ഷുഗർ പ്രശ്നമൊന്നും അങ്ങനെയൊന്നും വലിയ എഫക്റ്റ്, കാരണം അല്ലാതെ തന്നെ ഇത് മറ്റൊരു തലത്തിലെ ഒന്നും എക്സ്പ്രസ് ചെയ്യാനും പറ്റുന്നില്ലല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഇതില് നമ്മുടെ ഇലോൺ മസ്ക് ഇല്ലേ, ആ ഇലോൺ മസ്ക് ന്യൂറാലിങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിപ്പ് ബ്രെയിനിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു 60% സക്സസ് ആയി എന്നാണ് ലാബിൽ പറയുന്നത്. അത് വരികയാണെങ്കിൽ ഈ ഓർമ്മശക്തി നശിക്കാതെ നിൽക്കും അത്ര. അതിനുള്ളൊരു നടത്തിക്കൊണ്ടിരിക്കുന്നു അവര്. കുഴപ്പമുണ്ട് സാറേ. ശരിക്കും പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ബുദ്ധി അനുസരിച്ചാണെങ്കിൽ ആവശ്യമുള്ളതൊക്കെ ഓർക്കുള്ളൂ. എലോൺ മാസ്കിന്റെ ചിപ്പ് വെച്ച് ഞാൻ എന്തൊക്കെയാ പറയുന്നത് അറിയാൻ പറഞ്ഞപ്പോ സാറൊക്കെ സൂക്ഷിക്കണം. പറയാറില്ല സാറേ. സാബു സാറിന്റെ ആലോചന പോയതല്ലേ. എന്തൊക്കെയാ പഴയ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമായില്ലേ? ഇതൊക്കെ വൈഫിനെ ഒന്നും അറിയിക്കാതെ ഒളിച്ച് നടക്കല്ലേ. അമ്മമാരെയൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവത്തില്ലേ? അതുകൊണ്ടാണ് സാറ് പറഞ്ഞത്. അതുകൊണ്ട് അത് ചിപ്പ് വെക്കണോ വേണ്ടായോ എന്ന് ആലോചിക്കണോ. ഇല്ല സാർ, അത് ചിലവര് ഭയങ്കരമായിട്ട് സംസാരിക്കും. ചിലവര് എന്റെ മാത്രം സംസാരിക്കത്തില്ലായിരുന്നു. ഒരു 2 വർഷം സംസാരം ഫുൾ ബ്ലോക്ക് ആയി. ചിലവർ ഒത്തിരി സംസാരിക്കും. അപ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പലതും വളരെ ഓപ്പൺ ആയിട്ട്, കാരണം അവർക്ക് ആ സീലിംഗ് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അവര് പല രീതിയിലാണ് ഇത് വരുന്നത്. സാറേ, ഒരു പൊതുവെ ഒരു പറഞ്ഞു കേൾക്കുന്ന സംഗതിയാണ് ഈ അലുമിനിയം പാത്രങ്ങൾ. ഒരു കാലഘട്ടത്തിൽ നമ്മൾ വളരെ കൂടുതലായി ഉപയോഗിച്ചിരുന്നു. അതായത് ഇപ്പൊ ആളുകൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. അലുമിനിയം ഓക്സൈഡ് ആയിട്ട് ഭക്ഷണത്തിൽ ലയിച്ച് ചേരുമെന്നും നമുക്ക് പല ഇതുപോലുള്ള അൽസീമേഴ്സ് പോലുള്ള ഓർമ്മക്കുറവുകൾക്ക് കാരണമാകുന്നു. പല വീടുകളിലും ഇപ്പൊ അലുമിനിയം പാത്രം ഉപയോഗിക്കുന്നില്ല. ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. അവിടെയൊന്നും ഗവൺമെന്റ് നിയന്ത്രണങ്ങളൊന്നുമില്ല. അവരെന്ത് മാത്രമാണ് ഉപയോഗിക്കുന്നത് അറിയുന്നില്ല. അപ്പൊ ഈ അലുമിനിയവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? റൊണാൾഡ് റീഗൺ ഇല്ലേ, ഈ രോഗം. പിന്നെ അവരൊക്കെ അലുമിനിയം പാത്രത്തിലാണ് ഭക്ഷണം കഴിക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അല്ല, കുക്ക് ചെയ്യുന്നത് കുക്കിംഗ് അതിന് സാധ്യതയില്ല അവിടെ. പക്ഷെ പുള്ളിക്ക് അങ്ങനെയായിരുന്നു. അതുപോലെ നമ്മുടെ ഉഷ നാരായണൻ എന്ന് പറഞ്ഞ് KR നാരായണന്റെ വൈഫിനും. അപ്പൊ അവിടെ ഒരു കോമൺ. ഇവിടെ തന്നെ നമ്മൾ സംസാരിച്ചതിൽ എത്രയോ പേരുടെ ക്ലോസ് റിലേറ്റീവ്സിന് ഈ രോഗം ഉണ്ടായത്. എൻ്റെ മദറിലോയ്ക്കും ഈ അസുഖം തന്നെയായിരുന്നു. അപ്പം ഇത് വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പണ്ടില്ലായിരുന്ന ഈ അസുഖം ഇപ്പൊ ഇത്രയധികം കോമൺ ആകാൻ എന്തെങ്കിലും ഒരു പ്രത്യേക, ഇത് പറഞ്ഞ പോലെ അലുമിനിയം പാത്രം കുക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്ന് കഴിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയാൽ. ലൈഫ് എക്സ്പെക്ടൻസി കൂടിയത് കാരണം ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഓരോ രോഗങ്ങൾ വരും. പണ്ട് നേരത്തെ തട്ടിപ്പോവും ആള്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് നിന്ന് കൊടുക്കത്തില്ല. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, നീട്ടിക്കൊടുത്തിരിക്കല്ലേ. നമ്മളിങ്ങനെ നീട്ടി 70 ആക്കി, 72 ആക്കി, ഇപ്പൊ 80 ആക്കി, ഇങ്ങനെ പോവല്ലേ. സാറ് ഇപ്പൊ ഈ പറഞ്ഞു കേട്ടിടത്തോളം, ഇപ്പൊ ഞാൻ പറഞ്ഞ വ്യക്തിയാണെങ്കിലും സാബു സാർ പറഞ്ഞ സാധാരണ അമ്മയാണ്, അൻസാരി സാറും ഇവരാരും മദ്യപിക്കുന്നവരോ സിഗരറ്റ് കല്ലിക്കുന്നവരോ ഒന്നും അല്ലായിരുന്നു. അപ്പൊ ഇതിനൊക്കെ കാരണമായിട്ട് എടുത്തു പറഞ്ഞ കാര്യങ്ങൾ ആ രീതിയിലുള്ള കൺസംഷൻ ടൈലൊന്നും ഉള്ളവരല്ല ഇവരാരും. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താണ് ഇത് ലോകത്തിന്റെ ഈ പറഞ്ഞ രോഗങ്ങൾ വന്ന് കുറെ ആൾക്കാർ മരിക്കേണ്ടത് ആവശ്യം തന്നെ. എങ്കിലും സിഗരറ്റ് വലിക്കുന്നത്, സിഗരറ്റ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുമ്പോൾ ക്യാൻസർ ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ അൽസീമേഴ്സ് എന്നൊരു സാധ്യത അവിടെ ആരും ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഇപ്പം പറഞ്ഞ പോലെ ഇതിനൊരു കെയർ സെന്ററും കാര്യങ്ങളും ഒക്കെ ആക്റ്റീവായിട്ട് തുടങ്ങി എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെ. ആളുകൾ വളരെയധികം ബോധവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇത് എങ്ങനെ ഒരു അന്ത്യം വളരെ ദുർഘടമായിരിക്കും. ഏതായാലും ഒരു സംശയവും വേണ്ട ഇങ്ങനെയുള്ളവരുടെ.
നമുക്ക് അല്ല, നോക്കി നിൽക്കാനും കണ്ടു നിൽക്കാനും വിഷമം. അന്ത്യം സുഖമല്ലേ സാറേ? ഒന്നും അറിയത്തില്ലല്ലോ. അവർക്ക്, പക്ഷെ കാണുന്നവർക്ക് അവരറിയുന്നില്ല, എനിക്ക് അത് തന്നില്ല, ഇത് തന്നില്ല എന്നാ പിന്നെ കുറ്റം പറച്ചിലും ഒക്കെ. ഇത് യാതൊരു പ്രശ്നവും ഇല്ലല്ലോ, ഇവിടെ പരാതികളില്ലല്ലോ. മറ്റുള്ളവർക്ക്, ബന്ധുക്കൾ, റിലേറ്റീവ്സ്, ക്ലോസ് ആയിട്ടുള്ളവർക്ക് ഇതിനും വലിയ ബുദ്ധിമുട്ടാണ്. കാരണം പരിഹരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാ സാറേ, അതാണ് അടുത്ത കാര്യം. സാർ, അപ്പൊ ഈ അൽസീമേഴ്സിനെ പോലെ തന്നെയാണോ പാർക്കിൻസൺസും? സിമിലർ ആണോ? അല്ല, വിറയിലല്ലേ സാറേ? അതെ, അതിന്റെ ഇപ്പൊ ഇവിടെ പറഞ്ഞപ്പോ പാർക്കിൻസൺസും ഇതിന്റെ നിന്ന് തന്നെ ഉണ്ടായ അതൊരു ടൈപ്പ്, നമ്മളെ പല ടൈപ്പ് പറഞ്ഞ കൂട്ടത്തിൽ പാർക്കിൻസൺസ് ഡിസീസ് ഡെമെൻഷ്യ എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓർമ്മക്കുറവ് ഉണ്ടാകാറുണ്ട്. പ്ലസ് ഇതിന്റെ കൂടെ പാർക്കിൻസൺസ് ഡിസീസിനോട് ഒപ്പം ഈ ഓർമ്മക്കുറവും കോഗ്നിറ്റീവ് എബിലിറ്റീസ് നഷ്ടമാകുന്നതും കൂടെ വരുന്നതാണ്. ആ ഒരു ടൈപ്പാണ്. ഓക്കെ, ഏതായാലും കൂടുതൽ ഇതിനുള്ള കെയർ സെന്റേഴ്സുകൾ ആരംഭിക്കട്ടെ. അതുപോലെ തന്നെ ഈ ഡ്രഗ് അഡിക്ഷൻ ഒക്കെ ഇതിന് കാരണമാകുന്നെങ്കിൽ ഇന്നത്തെ ചെറിയ തലമുറയുടെ ഇടയിൽ ഡ്രഗ് ഇങ്ങനെ സാറ് പറഞ്ഞ പോലെ കേരളത്തിൽ കൂടെ ഒഴുകുകയാണ്. പെടാതെ രക്ഷപ്പെടുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. മറ്റേ ആൺകുട്ടികളെന്നല്ല, പെൺകുട്ടികളും ഒക്കെ ഇപ്പൊ ഇതിന്റെ അടിമകളാണ്. അപ്പൊ ഇതുപോലുള്ള രോഗങ്ങൾ പെരുകി വരാനുള്ള സാധ്യത വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ ഇതിനൊക്കെ ഒരു എന്തെങ്കിലും ഒരു തടയിടാനുള്ള ക്രമീകരണം ഏതെങ്കിലും തരത്തിലൊക്കെ ഗവൺമെന്റിനെ സ്വാധീനിക്കുക, അതുപോലുള്ള അതോറിറ്റികളെ സ്വാധീനിക്കുക ചെയ്യേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ലെങ്കിൽ ഒരു നിയന്ത്രണ അതീതമായ രീതിയിലേക്ക് കാര്യങ്ങൾ വഷളായി പോകാനുള്ള സാധ്യതയും ദുഃഖകരമാണ് സംഭവിക്കുന്നത്. ഇന്നലെ ഞാൻ സാറേ, ജോർജ് സാറേ, ഞാൻ ഒരു കാര്യം ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഇന്നലെ 1-ാം തീയതി ആയിരുന്നല്ലോ, ഞാൻ കോഴിക്കോട് കുടുംബസമേതം പോയതാ. അപ്പൊ ഹോട്ടലിൽ പോയി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയപ്പോ ഞാൻ അവിടെ ഞങ്ങൾ കയറി ഇറങ്ങി കാറിൽ കയറാൻ നോക്കുമ്പോൾ ഒരു കാറില് ഫ്രണ്ടില് 2 പിള്ളേരും പിൻഭാഗത്ത് കാറിൽ 6 പെൺകുട്ടികൾ. ബാറ് തുറന്നിട്ടുണ്ടോ? അവര് ഫസ്റ്റ് ഡേ ബാറ് ഹോളിഡേ എന്നുള്ളത് അറിയില്ല. ബാറ് തുറന്നോ? ഇല്ല, ഫസ്റ്റ് ഡേ ഇന്ന് 1-ാം തീയതി തുറക്കില്ല. അവിടെ എത്തിയപ്പോഴാണ് അവർക്കത് ഓർമ്മ വന്നത് തന്നെ. അപ്പോ ഇറങ്ങാതെ തിരിച്ചു പോയി. ആ 6 എണ്ണത്തിന്റെയും ഈ 2 പിള്ളേരുടെയും കോലം ഒന്ന് കാണേണ്ടത് തന്നെയാ. പക്ഷെ അങ്ങനെ തിരിച്ചങ്ങോട്ട് പോയി, ബാറില്ല എന്ന് പറഞ്ഞിട്ട്. സാറിപ്പോ പറഞ്ഞപ്പോ ഞാനത് ഇന്നലെ നേരിൽ കണ്ടൊരു സംഭവം പറയാം. കുട്ടികളുടെ ഇടയിലും ഇതൊക്കെ ഡ്രഗ് അഡിക്ഷനും ഇതുപോലുള്ള ആൽക്കഹോളിസം ഒക്കെ ഭയങ്കര കോമൺ ആയി വരികയാണ് സാറേ. മുൻപന്തിയിലേക്ക് വരിക, മുൻ സീറ്റിൽ ഇപ്പൊ അവരാണ് അതിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ജോസഫ് ജോൺ സാർ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സാർ വൺസ് അഗെയിൻ. വളരെ വളരെ വാല്യുബിൾ ആയിട്ടൊരു ക്ലാസ് ആയിരുന്നു. ഒത്തിരി സജഷൻസും ഒത്തിരി കമന്റ്സും കിട്ടി. താങ്ക് യു വെരി മച്ച് ജ്യോതികുമാർ സാർ, ജോർജ് സാർ, അതുപോലെ തന്നെ 2 ജോർജ് സാർ, ഇന്ദിര മാം. താങ്ക് യു. അപ്പൊ നമുക്ക് നാളെ കാണാം. നാളത്തെ വിഷയം ക്യാൻസർ തന്നെയാണ്. ഞാനായിരിക്കും ക്ലാസ് എടുക്കുന്നത്. ലെറ്റ് അവർ ബോഡി ടു ക്യൂർ ക്യാൻസർ. ആ ബോഡിയെ ഒന്ന് വിട്ടുകൊടുക്കൂ, ക്യാൻസർ ക്യൂർ ചെയ്ത് തരാം എന്നുള്ളൊരു സന്ദേശമാണ്. നമുക്ക് നാളെ വീണ്ടും കാണാം. ഓക്കെ, അപ്പൊ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.